ഹലോ എവരി വൺ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? താങ്ക്സ് ഫോർ ജോയിനിങ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ശ്രീ പാർവതി. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറയുന്നത് ക്ലിയർ അല്ല, ഓഡിബിൾ അല്ലേ? സൗണ്ട് കുറവുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമുക്ക് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് മെസ്സേജ് നോക്കട്ടെ. റെഡി? സൗണ്ട് കുറവ്, സ്റ്റക്കാണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. ഓ, കുഴപ്പമില്ലല്ലോ. ക്ലിയർ ആണല്ലേ? ഞാൻ ക്ലിയർ അല്ലാതെ പെട്ടെന്ന് വായിച്ച. ഓക്കെ, ഷിൽ ബി ജോയിൻ സൂൺ. ഇപ്പോൾ ട്രോമ ഹീലിംഗ് കോച്ച് ഒക്കെയാണ് ആൾ. നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ട്രോമ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര ക്ലിയർ അല്ല എന്താണ് നമ്മൾ ശരിക്ക് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആള് ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആരുടെങ്കിലുമൊക്കെ ട്രോമ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങോ സെഷൻസോ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തവരുണ്ടോ? ഓക്കെ, സോ ലെറ്റ്സ് സീ. Yeah, she's here. Hello, ma'am. Are you ready? Yes, hello. Okay. Hi. ഞങ്ങൾക്ക് കാണുന്നില്ല Yes, yes, ക്യാമറ. sure, sure. ഞാൻ വന്നു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ യർ ടൈം. നമ്മുടെ കൂടെ ഈ സമയം ചെലവഴിക്കാൻ റെഡി ആയതിന് തന്നെ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലായിരിക്കും കൂടുതൽ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടാവുക. ശ്രീ പാർവതി ആളൊരു ഓതറാണ്, സ്പിരിച്വാലിറ്റി ആൻഡ് ട്രോമ ഹീലിംഗ് കോച്ചാണ്. അപ്പൊ പൊതുവെ നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ആക്ച്വലി. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു റിലീജിയസ് എന്നുള്ള ഒരു തോട്ടിലേക്കാണ് നമുക്ക് പെട്ടെന്ന് പോവാം. അതെ, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ട്രോമ നമ്മളിപ്പോ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ട്രോമ ആണ്, അത് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്നും കൂടെ ക്ലിയർ ആക്കാം, എന്താണ് ആക്ച്വലി ഒരു ട്രോമ എന്നുള്ളതും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ കാര്യത്തോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതിനുള്ള നമുക്കൊരു ടൈം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാം. സോ ഓക്കെ, ഓവർ ടു യു. നമുക്ക് ജസ്റ്റ് ലൈക്ക് മേ ബി എങ്ങനെയാ എവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ചെറുപ്പകാലത്ത് റിലേറ്റഡ് ആയിട്ട് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു സ്റ്റോറി പോലെ. അതെ. സോ എല്ലാവർക്കും സഖിയിലെ ടീമുകൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ഈവനിങ്. പിന്നെ ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. കാരണം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ ഒരു സ്പേസ് തന്നതിന് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഗുഡ്. യെസ്, താങ്ക് യു. പറ്റുന്നവരൊക്കെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യണേ. അതെ അതെ അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു. കാരണം നമുക്ക് കണ്ടോണ്ട് സംസാരിക്കുമ്പോൾ ഒരു ആൾക്കാരുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു ഫീല് കിട്ടുമല്ലോ. പറ്റുന്നവര് ക്യാമറ ഓൺ ചെയ്യാം, ഞാൻ നിർബന്ധിക്കത്തില്ല. ഓൺ ചെയ്താൽ നല്ലതായിരിക്കും. സോ ഓ, താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫില് പല പല ഫേസസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മള് കല്യാണത്തിന് മുമ്പ് ഒരു ഫേസ്, പിന്നെ കല്യാണത്തിന് ശേഷം വേറൊരു ഫേസ്, അങ്ങനെയാണ് ടോട്ടലി നമ്മുടെ സ്ത്രീകളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ രണ്ട് ഫേസ് എല്ലാം ആയിട്ടാണ്. അഫ്കോഴ്സ് അത് രണ്ട് ഫേസ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നതെന്നാ അറിയാം, ഞാന് ആഫ്റ്റർ ഒരു 40, എന്റെ ഒരു 40, ഇപ്പൊ എനിക്ക് 42 വയസ്സായി. ഒരു 40-ാമത്തെ വയസ്സ് വരെ ഞാൻ എനിക്ക്
ഒരൊറ്റ ഫേസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം മാത്രമാണ് എന്റെ രണ്ടാമത്തെ ഫേസ് തുടങ്ങിയിട്ടുള്ളത്. എന്നുവെച്ചാ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ആ ഒരു ആഫ്റ്റർ 40. പലരും പറയുന്ന പോലെ പല രീതികളിലാണെങ്കിലും പല തരത്തിലാണെങ്കിൽ പോലും ഒരു ഭയങ്കര വലിയൊരു ചേഞ്ച് ആയിരുന്നു ഒരു ആഫ്റ്റർ 40 എന്റെ ലൈഫിലും, എന്റെ ഫിസിക്കലിയും എന്റെ മെന്റലിയും ഇമോഷണലിയും ഒക്കെ എനിക്ക് സംഭവിച്ചൊരു മാറ്റം. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ ഒരു ചെറിയ ചെറിയ ഫേസസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ചൈൽഡ്ഹുഡ് ഒരു ഭയങ്കര വലിയൊരു സംഭവമാണ്. ഇപ്പോഴും പലരും പറയും, ഇപ്പം ഒരു നമ്മളിപ്പം ആരോട് ചോദിച്ചാലും പറയും, ചിലര് അഫ്കോഴ്സ് ചിലര്, എല്ലാവരും എന്നുള്ളതല്ല. അപ്പൊ അതുപോലെ തന്നെ ഞാനും എന്നോട് ആദ്യമൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ പോലും കുട്ടിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ചെറിയ ഒരു പ്രോബ്ലംസ് ഒക്കെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്റെ അച്ഛൻ, അമ്മ എല്ലാരും ഭയങ്കര ലവിങ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡൊക്കെ ചുമ്മാ അച്ഛൻ ഭാര്യ വായിലൊക്കെ വെച്ച് തരും. ഭയങ്കര ഒരു ഫ്രീഡം ഉള്ള ഒരു ഫാമിലി. എനിക്ക് എന്തോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. പിന്നെ കുറെ അഫ്കോഴ്സ് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എപ്പോഴും അതിനെ ഓർക്കാറ്. പക്ഷെ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഈ ആഫ്റ്റർ 40 എന്റെ ഈ ഒരു പ്രായത്തില് ഞാൻ എന്താ പറയാ, ജീവിച്ചു വന്ന ഓരോ കാര്യങ്ങളിലും, ഓരോ കുഞ്ഞു കുഞ്ഞു എന്റെ സ്വഭാവങ്ങളിലും എല്ലാം എന്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പം പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പല രീതിയിലും എന്റെ ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു പേര് വരുന്ന പല കാര്യങ്ങളും എന്റെ കുട്ടിക്കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് കുട്ടിക്കാലം തന്ന കുറെ കാര്യങ്ങളിലാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോ നമ്മളെല്ലാവരും പറയും, എനിക്ക് കുട്ടിക്കാലത്ത് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, എനിക്ക് അങ്ങനെ എന്നെ എന്താ പറയാ, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഡീൽ ചെയ്യും, അതിനിപ്പോ എന്താ പ്രശ്നം എന്നൊക്കെ നമ്മള് ഭയങ്കര ഈസി ആയിട്ട് പറയും. ആക്ച്വലി കുട്ടിക്കാലം ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുമ്പോൾ ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു എന്ന് തന്നെ പറയണം. ഇടയ്ക്ക് ഈ കുറെ നാൾ മുമ്പ് വരെ ഈ പെൺകുട്ടികള് അബ്യൂസിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവർക്ക് ഇതൊക്കെ കടന്നു ഇത്രയൊക്കെ പ്രായമായില്ല. കാരണം കുട്ടിക്കാലത്ത് ഉണ്ടായ അബ്യൂസിനെ കുറിച്ചിട്ട് അപ്പം വലിയ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ കടന്നു പോക്കൂടെ, ഇത്രയൊക്കെ പ്രായമായില്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കും. അതിലൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ 4-ാമത്തെ വയസ്സ് തൊട്ട് അബ്യൂസിന് ഇരയായതാണ്. വെച്ചാൽ അതൊരു ഞങ്ങളുടെ അങ്ങനെയുള്ള ഒരു ആളാരാന്നുള്ളതിനോട് പ്രസക്തി ഇല്ല. പക്ഷെ പല രീതിയിലും പല വ്യക്തികളാലും പലവിധ അബ്യൂസുകളും നേരിട്ട 4-ാമത്തെ വയസ്സ് തൊട്ട് നേരിട്ടൊരു കുട്ടിയാണ്. പക്ഷെ എന്റെ 11-ാമത്തെ വയസ്സിൽ അത്രയും കാലം ആ ഒരു അബ്യൂസിൽ തന്നെ നിന്നു പോയ ഒരാളെന്നുള്ളതിൽ ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ടൊന്നും, എന്താ പറയാ, അതൊരു അബ്യൂസ് ആണെന്ന് പോലും നമുക്ക് അറിയില്ല ആ സമയത്തൊന്നും. ഒരു 11-ാമത്തെ വയസ്സിലാണ് അതൊരു അങ്ങനെ അത് എന്താ പറയാ, അതൊരു വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന വലിയൊരു ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലായത് എന്റെ 11-ാമത്തെ വയസ്സിലാണ്. അപ്പോഴാണ് ഞാനത് എന്താ പറയാ, അപ്പോ ആ സമയത്ത് ഞാൻ നേരിട്ട ഒരു അബ്യൂസ് എന്ന് പറയുന്നത് അതിനെ റേപ്പ് എന്നുള്ളതല്ലാതെ വേറെ ഒരു വാക്കിലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് റേപ്പ് തന്നെയായിരുന്നു. അപ്പോ പക്ഷെ ആ ഒരു 11-ാമത്തെ വയസ്സ്, ആ ഒരു പ്രായം കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇത്രയൊക്കെ പ്രായമായിട്ട് ഞാൻ അതിനെ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അത് കഴിഞ്ഞു, ഞാൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് കുറെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോവാൻ
അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും, എല്ലാ ഓഫീസുകളിലും ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീൽ ചെയ്യും. എനിക്കൊരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഡീൽ ചെയ്ത കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന എന്താണ്, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഞാനിതൊക്കെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ആം, പക്ഷേ ഇപ്പോ ഈ ഒരു ഹീലിംഗിന്റെ ഒരു യാത്ര തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ആ ഒരു കാര്യം എന്റെ ലൈഫില്, എന്റെ ബോഡിയില്, എന്റെ മനസ്സില്, എന്റെ ഇമോഷൻസില് ഉണ്ടാക്കിയ കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ ചേഞ്ചസേ ആയിരുന്നില്ല. അപ്പം അതുവരെ ഞാൻ വിചാരിക്കുകയാണ്, എന്താണ് കുട്ടികൾക്കൊക്കെ എന്താണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്, കാരണം ഞാൻ മൂവ് ഓൺ ചെയ്ത് വന്ന ഒരാളാണല്ലോ എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ അതൊട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യം അല്ലായിരുന്നു. ഞാൻ ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്തായിരുന്നു എന്റെ റിയാലിറ്റി, എന്റെ പല റിയാലിറ്റികളിൽ നിന്നും ഞാനിങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടി നടക്കുകയായിരുന്നു. എനിക്കിപ്പോഴും അത് ഒരു പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനോ ഒന്നും ഉള്ളൊരു ഇപ്പൊ ഓക്കെയാണ്, ഇപ്പം എനിക്ക് അതിനുള്ളൊരു പ്രശ്നമില്ല. പക്ഷെ ഇതുവരെ എനിക്ക് അതിനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല. കാരണം എന്റെ അമ്മ കാണും, എന്റെ അച്ഛൻ കാണും, അവരെല്ലാവരും ഫേസ്ബുക്കിൽ ഉണ്ട്. അപ്പൊ അവർക്ക് വിഷമാവോ, കാരണം അവരെന്നെ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ഇതുകൊണ്ട് അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ആം, അല്ലാതെ എനിക്കൊരു ഷെയിം ഫീലിംഗ് ഉള്ളതിന്റെ അപ്പുറം അവര് വിഷമിക്കണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ഒരു പരസ്യമാക്കി. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരിടത്ത് പറയുന്നത്, പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോ വൺസ് ഞാൻ ഈ പറയുന്ന ഇത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എന്റെ ലൈഫ്, എന്റെ ബോഡി അതിനെങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ്, ഓ ഗോഡ്, ഞാൻ ഇത്രയും നാൾ ഇതിൽ നിന്ന് ഒളിച്ചോടിയതായിരുന്നല്ലേ, ശരിക്കും ഇത് എന്നെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്ന് ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതായത് എന്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. ഈവൻ എന്റെ ഹസ്ബൻഡ് പാരാപ്ലജിക് ആണ്, അതായത് ആള് വീൽചെയറിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ എന്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാൻ തന്നെ കാരണം, അദ്ദേഹം എന്നെ വിട്ട് എങ്ങും പോവില്ലല്ലോ, അദ്ദേഹം എന്റെ അടുത്ത് തന്നെ ഇരിക്കും, അദ്ദേഹം എപ്പോഴും എന്റെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫീലിങ് എനിക്ക് ആ ഒരു കാലത്ത്, എന്റെ ഒരു സമയത്ത്, കല്യാണത്തിന്റെ ഒരു ആലോചനയൊക്കെയുള്ള ഒരു സമയത്ത് വന്നത് കൊണ്ടാണ് ഞാൻ, മേ ബി എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണോ എനിക്കറിയില്ല, ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഉണ്ടായ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് എങ്ങും പോവില്ലല്ലോ, എനിക്കൊരു സെക്യൂർ ഫീൽ കിട്ടുമല്ലോ, എപ്പോഴും എൻ്റെ അടുത്ത് കാണുമല്ലോ എന്നുള്ളൊരു ഫീല് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മേ ബി അതൊരു കാരണമായിരിക്കാം. അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു കാരണമായിരിക്കാം. അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി എന്നെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അതുപോലെ അത് മാത്രമല്ല, കുറെ 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 പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മളെ നമ്മളാക്കാൻ വിടാത്ത കുറെ എന്താ പറയുന്ന കുറെ പേരുകൾ എനിക്ക്. എന്താ പറഞ്ഞ, ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരു അസസ്മെന്റ് നടത്തി. അതായത് എന്താണ് എന്റെ പ്രോബ്ലംസ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണത്. നടത്തിയപ്പോ അവര് കണ്ടുപിടിച്ച ഒരു കാര്യം, എനിക്ക് എന്താ പറയാ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഇതെന്താണെന്നുള്ള വലിയൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഓക്കെ, അതെന്താണെന്ന് അവർ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ വലിയതായിട്ടൊന്നുമില്ല, വളരെ ബോർഡറിലായിട്ട് തന്നെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഓക്കെ, അത് പറഞ്ഞ പോലെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, ട്രസ്റ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മളൊക്കെ പേഴ്സണലി നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു 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 പ്രോബ്ലം ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ
ഞാൻ അവരോട് ചോദിച്ചു, ഇതെങ്ങനെയാ മാറുന്നത്? എനിക്കിത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ആ ഒരു സമയത്ത് നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോബ്ലംസ് ഞാൻ നേരിടുന്നുണ്ടായിരുന്നു എന്റെ ലൈഫിലും എന്റെ പേഴ്സണലിയും ഒക്കെ. അപ്പൊ ഇതെങ്ങനെ എനിക്ക് മാറ്റണം, എന്റെ ഈ പ്രോബ്ലംസ് എനിക്ക് മാറ്റണം. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഇത് മാറാൻ പോകുന്നില്ല. പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. കാരണം നമുക്കൊരു ഒരു അവസ്ഥ നമ്മളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് പറയേണ്ടുന്ന ഒരു കാര്യം ഇത് മാറ്റാം, പതുക്കെ ആണെങ്കിൽ പോലും ഇത് മാറ്റാം എന്നുള്ളതാണല്ലോ. തെറാപ്പികളൊക്കെ അതിനു വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യം, ഇത്രയും പ്രായമായി ഇനി ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം. ആ ഒരു മൊമെന്റിൽ ഞാൻ തകർന്നുപോയി, കംപ്ലീറ്റ്ലി തകർന്നുപോയി. കാരണം അപ്പം ഇനി എനിക്ക് ഒരു ഒന്നൊന്ന് കയറി വരാനൊന്നുമില്ല, ഒന്ന് പിടിച്ചു നിൽക്കാനൊന്നുമില്ല. ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ തറയില്ലാതെ പോയി തകർന്ന് വീണു പോകുന്ന ഒരവസ്ഥ. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ പ്രോബ്ലംസിന്റെയും എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, എന്ത് വേണം അറിയത്തില്ലാത്ത അവസ്ഥ. അപ്പൊ ആ ഒരു മൊമെന്റില് എന്താ പറയാ, ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചില്, പരിപാടികൾ, ഭയങ്കര ബഹളമായിരുന്നു. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തു മീൻസ് ഞാൻ അതിനു മുമ്പ് കൗൺസിലിങ്ങിന്റെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1 ഇയർ കോഴ്സ്. ആക്ച്വലി അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആൾക്കാരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ആൾക്കാരെ നന്നാക്കി എടുക്കണം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് ഞാൻ കൗൺസിലിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ട്രോമ ഹീലിംഗ് കോഴ്സിന്, അത് കോഴ്സല്ല ആക്ച്വലി ഒരു 3 days വർക്ക്ഷോപ്പ് ആയിരുന്നു. ആ വർക്ക്ഷോപ്പിനകത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത് ആ സമയത്താണ് ആക്ച്വലി ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ച് മനസ്സിലായിട്ട് ആ 3 ക്ലാസ്സിലും ഞാൻ ഭയങ്കര കരച്ചില്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഉള്ളില് എന്റെ ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ 3 ദിവസമാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ ഉള്ളിൽ ഇത്രമാത്രം ട്രോമകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ 3 ദിവസമാണ്. അപ്പൊ അതിനുശേഷം സാധാരണ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ലാതെ ആഫ്റ്റർ അതിന്റെ കോഴ്സുകളൊന്നും ഞാൻ എടുക്കാറില്ല. പക്ഷെ ഇതെനിക്ക് അത്രമാത്രം കണക്ട് ആയിട്ട് ഞാൻ അതിന്റെ കോഴ്സും എടുത്തു. അപ്പൊ കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അപ്പുറം എനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു, എനിക്ക് സ്വയം ഞാനൊന്ന് ഹീൽ ചെയ്യണമായിരുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കോഴ്സ് തന്നെ എടുത്തത്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണപ്പെട്ടു. നമ്മളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈവൻ ഇപ്പം ഇപ്പൊ എനിക്ക് 1 മാസം കൂടെ ഉള്ള എന്റെ കോഴ്സ്, 1 ഇയർ കോഴ്സ് തീരണം കൗൺസിലിങ്ങിന്റെ. ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് ഒരിക്കലും കൗൺസിലിംഗ് കോഴ്സ് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ നന്നാക്കുന്ന ഒരു കോഴ്സേ അല്ല. കാരണം അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് തന്നെയായിരുന്നു. ഞാൻ എന്നെ ബിൽഡ് ചെയ്തെടുക്കാനാണ്. കാരണം ആദ്യം വേറൊരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഇപ്പൊ ഞാൻ എന്നെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം, ഞാനിങ്ങനെ കുറച്ചും കൂടി എന്റെ ലൈഫിനെ കുറച്ചും കൂടി ഞാൻ അടിപൊളിയാക്കും എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി. അപ്പം നമുക്ക് ഒരിക്കലും വേറൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് അവരുടെ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം എനിക്ക് ഈ ഒരു 2 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. ആക്ച്വലി അതൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആക്ച്വലി ഈ പറയുന്ന ആർക്കും ഹെൽപ്പ് ചെയ്യാൻ എന്നെ പറ്റിയിട്ടില്ല. പക്ഷെ ആദ്യം തൊട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേര് എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തെറാപ്പിസ്റ്റുകളായിട്ടാണെങ്കിലും സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്റെ ഹസ്ബൻഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് പല രീതികളിലാണെങ്കിൽ പോലും അങ്ങനെ. അപ്പോ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലം, ഇൻകൺസിസ്റ്റൻസി എന്റെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതുപോലെ പീപ്പിൾ പ്ലീസിങ്, ആൾക്കാര് എന്ത് വിചാരിക്കും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവരെന്ത് വിചാരിക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ പട്ടി പണിയെടുക്കായിരുന്നു.
ഈ പണി എടുത്തോണ്ടിരുന്ന സമയത്ത് ആം, ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 24 മണിക്കൂറും എഴുത്ത്. അവസാനം എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇരുന്ന് പട്ടി പണിയാണ്, അടിമ പണി. എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. കാരണം ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും, ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോ ഞാൻ ഇരുന്ന് പണിയെടുക്കാം. അതിനകത്തൊരു റെസ്റ്റ് ഒന്നുമില്ല. അപ്പം ഒരു പീപ്പിൾ പ്ലീസിങ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു, ഓവർ പ്രൊഡക്ടിവിറ്റി എനിക്കുണ്ടായിരുന്നു, അതുപോലെ ഇൻകൺസിസ്റ്റൻസി, അങ്ങനെയുള്ള കുറെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ എവിടെയോ ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എനിക്ക്. ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും കുറെയൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു നേച്ചർ, അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടിയതാണ് ഈ പല നമ്മുടെ സ്വഭാവങ്ങൾ. അത് പെട്ടെന്ന് ഒരു ദിവസം മാറണം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റാണ്, അത് പെട്ടെന്ന് മാറുന്ന കാര്യമല്ല. പക്ഷെ അതിൽ അവെയർ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു അവയർനെസ്സിനാണ്, സത്യം പറഞ്ഞത്. ഞാൻ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ഉണ്ട്. ഈ പറയുന്ന 15-ാമത്തെ വയസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ട, ആഹ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ 4-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ അബ്യൂസിന് ഇരയായി എന്നുള്ളതിന്റെ ഒരു ആൻസർ എനിക്ക് കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ട്. ഞാൻ കുട്ടിക്കാലം തൊട്ട് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞ് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ എല്ലാവരും സ്നേഹിക്കണം, എപ്പോഴും എന്നെ എല്ലാവരും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണം, അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉള്ളിൽ എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു പേടി. മേ ബി അതൊരു ജനറേഷണൽ ട്രോമ ആയിരിക്കാം, എന്റെ പേരൻസിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ട്രോമയുടെ ബാക്കിയായിരിക്കാം. അപ്പൊ അവര് രണ്ടുപേരും ജോലിക്ക് പോവും, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ആ 11-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എന്റെ ലൈഫ് ഒട്ടും സെക്യൂർ ആയിരുന്നില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതിനുശേഷം ഞാൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ അത് ഉണ്ടാക്കിയ ഒരു പേടിയുണ്ട്. എന്റെ ഒരു ഡിഗ്രിയുടെ ഒരു സമയത്ത് ഞാൻ വീട് ഒരിക്കലും പിന്നെ തുറന്നിടത്തേയില്ല, എപ്പോഴും ഫുൾ ടൈം ക്ലോസ്ഡ് ആയിരിക്കും വീടൊക്കെ. എനിക്കാണെങ്കിൽ ഈ വീട് ക്ലോസ് ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. എപ്പോഴും എന്റെ ജനലുകൾ രാത്രി ഫുള്ളും ഈ ജനൽ ഓപ്പൺ ആയിരിക്കും. അതുപോലെ വാതിലുകൾ ഫുൾ ടൈം തുറന്നിടണം, എപ്പോഴും ഇങ്ങനെ എയർ സർക്കുലേഷൻ, അല്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും എന്ന് പറയുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പം എപ്പോഴും ഓപ്പൺ ചെയ്തിടുന്ന ഒരു ആളായ ഞാൻ, എന്റെ ഡിഗ്രി സമയം വരെ ഞാൻ എന്റെ വീട് ഫുൾ ക്ലോസ്ഡ് ആക്കിയാണ് വെച്ചിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് വാതിലുകള്, ഇപ്പൊന്ന് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കാരണം ബാത്റൂമിൽ പോയാൽ അവിടെ വരുമോ എന്നുള്ളൊരു പേടി. കാരണം ബാത്റൂമിന് വാതിലിന് കൊളുത്തില്ല, മീൻസ് ജനലിന് കൊളുത്തില്ല. പിന്നെ വാതിലിന്റെ അവിടെ ഒന്ന് മുട്ടുമോ എന്നുള്ളൊരു പേടി, ജനാല തുറന്ന് നോക്കുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ഏത് സമയവും പേടിച്ച് വല്ലാത്തൊരു നമ്മുടെ ബോഡിയിൽ വരെ ആ ഒരു പേടി ഇങ്ങനെ കലർന്നിട്ടുണ്ട്. ഒരു ദിവസം വളരെ ഇതായിട്ട് നമ്മുടെ അവിടെ വീടിന്റെ ഒരു മുറി ഒരു വാടകയ്ക്ക് കൊടുത്തിരുന്നു, ഒറ്റ മുറി. അത് ആ വീടിന് ഇതുണ്ട്. അപ്പം അവിടെ അവര് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് വാതില് അടച്ചിട്ട് അവര് പുറത്തേക്ക് എന്തോ പോയി, ഞാൻ മാത്രമേ വീട്ടിനകത്തുള്ളൂ. അപ്പം എനിക്ക് എന്തോ ഒരു ഇൻഡ്യൂഷനോ എന്തോ തോന്നിയിട്ട് ഞാൻ വീടിന്റെ പുറത്തിറങ്ങി എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അനിയത്തി സ്കൂൾ കഴിഞ്ഞിട്ട് വന്നു. അവള് സ്കൂളിൽ നിന്ന് വന്ന് അവള് ജസ്റ്റ് വീടിന്റെ അകത്തുനിന്ന് തുറന്നപ്പോ ഈ ആള് വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരിക. സത്യത്തിൽ ഞാൻ പേടിച്ചു. എന്നുവെച്ചാൽ എന്താണ് അപ്പോഴത്തെ എന്റെ ഒരു ഫീലിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അന്നേരം എന്തോ എന്റെ വായ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. അവള് കണ്ടു, അനിയത്തി കണ്ടു. അവൾ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഇത് വീട്ടിലും അറിഞ്ഞില്ല, അച്ഛനും അമ്മയ്ക്കും എന്നേ വരെ അറിയത്തില്ല, ഈ വിഷയങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ അപ്പം ഇതൊക്കെ ഒരു പേടിയാണ്. ആ ഒരു സമയത്ത് എനിക്ക് എന്റെ ബോഡിയിൽ എനിക്ക് എന്റെ ഇമോഷൻസിനുണ്ടായ ഒരു പേടി സമയമുണ്ട്. ഇത്രയും വർഷങ്ങൾ, ഈ ഡിഗ്രി വരെയുള്ള വർഷങ്ങൾ ഞാൻ അനുഭവിച്ച പേടി, എന്റെ അത്രയ്ക്കും ആ ആ പേടിയാണ് പിന്നീട് അങ്ങോട്ടുള്ള എന്റെ പല എന്താ പറയാ, എന്റെ ക്യാരക്ടർ ഫോർമേഷനെയും ബാധിച്ചത്. അതായത്
ഈ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി, മുമ്പേ പറഞ്ഞ പല പല സാധനങ്ങൾ, പീപ്പിൾ പ്ലീസിങ് ആണെങ്കിലും ഇൻസെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരാളെ ഞാൻ ചൂസ് ചെയ്യുന്നതാണെങ്കിലും ഒരാളെടുത്ത് ഇരിക്കുന്ന സമയത്ത് എന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര സബ്മിസീവ് ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കാം, നമ്മുടെ തോളുകളൊക്കെ ഇങ്ങനെ വളച്ചു കുത്തി ഇങ്ങനെ ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കും. ശരിക്കും നമ്മൾ ഇരിക്കേണ്ടത് എന്താ പറയാ, നമ്മുടെ ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു യാത്രയിൽ നമ്മൾ ഇരിക്കേണ്ടുന്നത് നമ്മുടെ ബോഡി എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അതായത് നമ്മുടെ തോളുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് മിക്കപ്പോഴും എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നേച്ചറിനെ ഇതാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്റെ ബോഡി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ബോഡി അങ്ങനെ ആയിപ്പോയി, ഇത്രയും വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ആയി വന്നതാണ്. അപ്പം ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഈ 40-ാമത്തെ വയസ്സിലാണെന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന പെരിമെനോപോസൽ ടൈം ആണല്ലോ ഒരു ആഫ്റ്റർ 40. എക്സാക്ട്ലി അത് പക്കാ ആയിരുന്നു. കാരണം ഒരു ആഫ്റ്റർ 40 ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു കൊടുങ്കാറ്റടിക്കുന്ന പോലെയാണ് നമ്മുടെ ലൈഫ് ഷിഫ്റ്റ് ആവും. എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മള് മറ്റെന്തോ ആയി മാറുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ ലൈഫ് അടിമുടി ഉടഞ്ഞു വാർത്തിട്ട് നമ്മൾ പെട്ടെന്ന് മറ്റെന്തോ ആയി മാറും. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഞാനല്ലാതെ മറ്റെന്തോ ഉള്ളൊരു ഞാൻ. അത് ഫിസിക്കലി ആയിക്കോട്ടെ, അതിനുശേഷം ബോഡി പെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഇമോഷണലി ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓവർവെൽംഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് വരാൻ തുടങ്ങി. എനിക്ക് അതുവരെ ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളെയല്ല ഞാൻ. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വലിയ ദേഷ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ എക്സ്പ്രസീവും അല്ല. പക്ഷെ അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ വളരെ കുറവ്, ഞാൻ അതും സപ്രസ് ചെയ്ത് പിടിക്കും. എന്നാൽ പക്ഷെ ഭയങ്കര ദേഷ്യം ഉണ്ട് താനും. അപ്പം എന്നുവെച്ചാൽ എല്ലാവരോടും ഒന്നുമല്ല, ഇവിടെ വീട്ടിലുള്ളവരോടൊക്കെ മാത്രം. അപ്പൊ അതും പിന്നെ കുറ്റബോധം. ഞാൻ ദേഷ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ശരിക്കും ദേഷ്യം ഇല്ലായ്മ അല്ലായിരുന്നു, ഞാൻ ഒരു ഉള്ളിൽ എവിടെയോ അതിങ്ങനെ അടങ്ങി കിടക്കുന്ന ഒരു സാധനമായിരുന്നു. ആ ഒരു സാധനം തിരിച്ചറിഞ്ഞപ്പോഴാണ്, എനിക്ക് ആ ഒരു അവയർനെസ് വന്നപ്പോഴാണ്, എന്റെ ബോഡിയിലും എന്റെ മൈൻഡിലും ഒരു അവയർനെസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ഉള്ളിൽ അടങ്ങിക്കിടന്ന പല പല സാധനങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ആഫ്റ്റർ 40 നമ്മുടെ ഒരു റീബർത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതുവരെ എന്തായിരുന്നോ, അതുവരെ എനിക്ക് ചിലർക്ക് ഒരു പ്രായം ഡിപ്പെൻസ് ആണ് കേട്ടോ. ചിലർക്ക് ഒരു 35 തൊട്ടേ ഒരു ഫീലിംഗ് വരുന്നുണ്ടാവാം, ചിലർക്ക് 40 കഴിഞ്ഞിട്ടായിരിക്കാം. എന്തൊക്കെ ആയാലും നമുക്ക് ആ ഒരു റീബർത്ത് സംഭവിക്കും. ആ ഒരു റീബർത്തിനുള്ള ഒരു മുന്നൊരുക്കങ്ങള് നമുക്കിങ്ങനെ ഓരോ ഫേസസിലും നടന്നുകൊണ്ടേയിരിക്കും. ശരിക്കും എന്റേത് എങ്ങനെയായിരുന്നു ഞാൻ പറയാം. ഞാനൊരു റൈറ്ററാണ്. അപ്പോ ആ കുട്ടിക്കാലത്തൊക്കെ വളരെ കുറച്ചൊക്കെ എഴുതാറുള്ളൂ. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ എഴുത്തിനെ സീരിയസ് ആയിട്ട് കണ്ടതും പുസ്തകങ്ങൾ എഴുതിയതും. ഇപ്പൊ ഒരു 10 പുസ്തകങ്ങളായി. അപ്പൊ എന്റെ ഇതിന് തൊട്ട് മുമ്പിലത്തെ പുസ്തകം, അതായത് ഒരു മാധവി എന്നാണ് എന്ന പുസ്തകത്തിന്റെ പേര്. മാധവി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസർച്ച് നടത്തി. അതുവരെയുള്ള ഞാൻ അത്യാവശ്യം നന്നായിട്ട് റിസർച്ച് നടത്തിയിട്ടാണ് പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് എന്റെ റിസർച്ച് കുറച്ച് ഡീപ്പായിരുന്നു. കാരണം അതൊരു മന്ത്രവാദത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോ ആ വീടും എന്റെ കുട്ടിക്കാലവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ആ ഒരു കഥയും, അതായത് എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളില് ഒരു 2-3 ഏക്കറിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ആരും താമസമില്ല, ഒരു പ്രേതഭവനാണ്. ഭയങ്കര അടിപൊളി ഒരു വീട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വീട്. അപ്പം ഞാൻ ആ വീട്ടിൽ പോയിരിക്കുകയും മരങ്ങളോട് കഥ പറയുകയും മരങ്ങളെ കെട്ടിപ്പിടിക്കുകയും അവിടെ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിന്റെ ഒരു ഫീലിംഗിലാണ് ആ പുസ്തകം എഴുതുന്നത്. അതായത് ആ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ പുസ്തകം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ റിസർച്ച് നടത്തി. എന്റെ റിസർച്ചിന്റെ ഭാഗമായിരുന്നു
വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് മന്ത്രവാദത്തിന്റെ മറ്റൊരു വേർഷനാണ്. ഒരു ദുർമന്ത്രവാദം ഒന്നുമല്ല, അത് വളരെ നമ്മുടെ മൈൻഡിന്റെ പവറിനെ തിരിച്ചറിയാനുള്ള ഒരു വഴി മാത്രമാണ് അത്. അപ്പൊ അത്തരം കുറെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ചന്ദ്ര, ഈ മൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ റിച്വൽസ് ഒക്കെ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പവർ ഹാൻഡ്ലിങ്, പിന്നെ ചക്ര ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചക്ര ഹീലിങ്ങുകൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ പഠിച്ചു. ആക്ച്വലി ആലോചിച്ച് നോക്കണം, ഒരു നോവലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്റെ ലൈഫിനെ അത്രയും ഈ പറയുന്ന ഒരു എനർജി ലെവലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. സോ ആ സമയത്ത് ആ ഒരു കിട്ടിയ ഒരു പഠനം, എനിക്ക് തോന്നുന്നു ആ ഒരു പഠനമാണ് എന്റെ ലൈഫിനെ മാറ്റിമറിച്ചതെന്ന് എനിക്ക് തോന്നാറല്ല എന്നാണ് സത്യം. കാരണം അതുവരെ ഉണ്ടായിരുന്ന എന്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ച് വളർന്ന് വന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിയായിരുന്നു. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെയോ എന്തോ എനിക്ക് ചേരാൻ പറ്റാതെ കിടക്കുന്ന ഒരു സാധനമുണ്ട്. ഞാനൊരു അന്ധവിശ്വാസിയൊന്നുമല്ല. എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ്, ഇപ്പൊ അതുപോലെ കൂളായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ആ അമ്പലത്തിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്പലത്തിലല്ലല്ലോ ദൈവം എന്ന് പറയുന്നൊരു ഫീൽ അവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ് ദൈവം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസിലും കുട്ടിക്കാലം തൊട്ട് തന്നെ പല പല ചിന്തകളിലും ഇത്തരം ഈ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കുറെ വർഷങ്ങള് ഈ പറഞ്ഞ പോലെ സ്വയം പഠനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ സ്പിരിച്വൽ പുസ്തകങ്ങൾ വായിക്കുക, പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വയം കാര്യങ്ങൾ അന്വേഷിക്കുക, സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക, സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഭ്രാന്ത് പണ്ട് കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. പിന്നെ ഏതോടൊരു സമയത്ത് അത് കംപ്ലീറ്റ്ലി എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. കംപ്ലീറ്റ്ലി ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോയി. പിന്നെ ഈ ഒരു സമയത്ത് ഇതിന്റെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ വിശ്വാസം, ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറെ ചോദ്യങ്ങൾക്ക് ഇതുവരെ ആരും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നിട്ടില്ല. ഈവൻ ഞാൻ പൊതുവെ അങ്ങനെ വലിയ പ്രഭാഷണങ്ങളൊന്നും കേൾക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. കാരണം ഒരു മനുഷ്യൻ പറയുന്നു, ആ മനുഷ്യൻ എത്രമാത്രം സത്യമാണ് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അത് സ്വയം നമ്മുടെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഉത്തരമുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മൾ ചോദ്യങ്ങൾ, പക്ഷെ ഇത് എങ്ങനെ ഈ ഉത്തരങ്ങൾ കണ്ടെത്തണം എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഈ ഒരു പഠനത്തിന് ശേഷമാണ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അങ്ങോട്ട് എന്റെ കുറെ ചോദ്യങ്ങളായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ സമയത്ത് ചക്ര ഹീലിംഗ് പഠിച്ചു, ടാരോ കാർഡ് അത് നോക്കാൻ പഠിച്ചു. അതിന്റെ കുറെ കാലങ്ങൾ അതിന്റെ പുറകെയായിരുന്നു. അത് പഠിച്ചു, അത് വായിച്ചു. പിന്നെ ക്രിസ്റ്റൽസിനായിട്ട് എങ്ങനെയാണ് ഹീൽ ചെയ്യുക, ക്രിസ്റ്റൽസ് എങ്ങനെയാണ് ഹീൽ ചെയ്യുക, അതുമായിട്ട് എങ്ങനെയാണ് എന്റെ എനർജി കണക്ട് ചെയ്യുക, അത് പഠിച്ചു. അപ്പൊ ഇതൊക്കെ പേഴ്സണലി എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ബാധിക്കുക മീൻസ് എന്റെ വിശ്വാസങ്ങളെ ഒരുപാട് മാറ്റിമറിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഓരോ സമയങ്ങളിലും ഈ പറഞ്ഞ ഈ 2 വർഷത്തിന് മുമ്പാണ് ഞാൻ മാധവി എഴുതുന്നത്. അതിന്റെ റിസർച്ചുകളൊക്കെ ആ സമയത്താണ്. ഈ 2 വർഷത്തിനകം എന്റെ വിശ്വാസങ്ങൾ ഈ പറയുന്ന ടാരോ കാർഡിൽ നിന്നും അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൽ നിന്നും ഒക്കെ പിന്നെയും മാറി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബിന്ദുവിൽ വന്നിട്ട് നിന്നു. അതായത് ഞാൻ സൈക്കോളജിയും കൂടെ പഠിച്ചത് കൊണ്ടായിരിക്കാം, മേ ബി ആ ഒരു കൗൺസിലിംഗ് കോഴ്സും അതുപോലെയുള്ള ഒരു കോഴ്സും എടുത്തത് കൊണ്ടായിരിക്കാം അതിനെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് വിലയിരുത്താൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മിക്കവാറും ഈ മതവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. കാരണം നമ്മളെപ്പോഴും മതം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു സൈഡ് മാത്രമാണ്. ഒരിക്കലും മതം സ്പിരിച്വാലിറ്റിയുടെ ഒരു വലിയൊരു സംഭവമല്ല. സ്പിരിച്വാലിറ്റി ആണ് എന്നുവെച്ചാൽ അതിന് മറ്റൊരു അർത്ഥവും ഇല്ല. നമ്മൾ നമ്മളെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു അർത്ഥം മാത്രമേ സ്പിരിച്വാലിറ്റിക്കുള്ളൂ. നമ്മൾ എത്ര ആഴത്തിൽ നമ്മളിലേക്കുള്ള യാത്ര നടത്തുന്നു, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ കണ്ടെത്തുന്നു, അതാണ് സ്പിരിച്വാലിറ്റി. ശരിക്കും ഈ മതങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഇപ്പം ഒരു അമ്പലം അല്ലെങ്കിൽ പള്ളി
വാട്ടവർ, ഒരു ആരാധനാലയം. എന്തിനാണ് ആരാധനാലയം? നമ്മൾ അവിടെ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കാണുന്നു. ആ ദൈവം എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ നമ്മൾ ആക്ച്വലി നമ്മളുടെ ആ ഒരു എനർജിയുമായിട്ടുള്ള ഒരു റെസൊണേഷൻ ആണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ ഒരു നമ്മളെ അലൈൻ ചെയ്യുക. അപ്പം നമുക്കിപ്പം എന്താ പറയാ, ഒരു ഈ ലോകത്തിന് വലിയൊരു എന്താ പറയാ, ഒരു ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ടോട്ടാലിറ്റിയിലാണ്. അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള ഒരു കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. ആ പ്രപഞ്ചത്തിലുള്ള അതേ കോൺഷ്യസ്നസ്, അതേ ബോധം എന്ന് പറയുന്ന സാധനം എന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് ആ സെയിം ബോധം തന്നെയാണ്. അപ്പൊ ആ ഒരു ബോധത്തിനെയാണ് എനിക്ക് ദൈവമായിട്ട് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്നെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം എന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും കാണാൻ പറ്റും. എന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് ഞാൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചുറ്റുമുള്ള മനുഷ്യർ എന്താണെന്ന് മനസ്സിലാവും. എന്റെ ട്രോമകൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള മനുഷ്യർക്കും ട്രോമകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നോട് ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യം എന്ന് പറയുന്നത് അവരുടെ ട്രോമ ഉള്ളത് കൊണ്ടാണല്ലോ അവരാ ഒരു ബിഹേവിങ് രീതി എന്നോട് കാണിക്കുന്നത്. അതെനിക്ക് പെട്ടെന്ന് പിന്നെ മനസ്സിലാവും. ഇപ്പം സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഒരു മനുഷ്യൻ നമ്മളോട് ഒരു ബിഹേവിങ് നേച്ചർ കാണിച്ചാൽ എനിക്കിപ്പോ അത് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് അവരുടെ പ്രോബ്ലം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും ഓരോ കാര്യങ്ങളിലൂടെയും ഓരോ ട്രോമകളിലൂടെയും, എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിക്കാത്ത ഒരു ട്രോമയും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം. അപ്പം എല്ലാ ട്രോമകളും നമ്മള് കടന്നു പോയത് കൊണ്ട് വേറൊരാള് നമ്മളോട് കാണിക്കുന്ന ഒരു ഫീലിങ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അവരുടെ പ്രോബ്ലം എന്നുള്ളത്, എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുമായിരുന്നു. കാരണം പ്രത്യേകിച്ച് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പൊ ഓരോ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു, നീ ഒരു ഹെൽപ്പ് എടുക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒരു ഹെൽപ്പ് എടുക്കണം എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. ഞാൻ എന്തിനു ഹെൽപ്പ് എടുക്കണം, ഞാൻ ശരിയാണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോവാണ്. ഞാൻ ശരിയാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. പിന്നെ ചിലര് പറയണേക്കാം, എനിക്കൊരു ട്രോമയും ഇല്ല, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര എന്താ പറയാ, എനിക്ക് എന്നെ ആരും വേദനിപ്പിച്ചിട്ടില്ല, ഞാനും ആരെയും വേദനിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മളിങ്ങനെ പോകും. പക്ഷെ നമ്മൾ ഒന്ന് നോക്കണം, എന്താണ് നമ്മുടെ നേച്ചർ. നമ്മള് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്, എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരാറുണ്ടോ, എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് വാച്ച് ചെയ്യണം. നമുക്ക് വേറൊരാളെ വാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമുക്ക് വേറൊരാളുടെ ട്രോമകളെ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല. പലരും അങ്ങനെ പറയണേക്കാം. അതൊന്നും സംഭവ്യമായിട്ടുള്ള കാര്യമേ അല്ല. ഒരാൾക്ക് അയാളുടെ ട്രോമകളെ എടുത്ത് കളയണമെങ്കിൽ വേറൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ നേച്ചർ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അടർത്തി കളയുക എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നുള്ളതല്ലാതെ ഇത് എടുത്ത് നമുക്ക് കളഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ പല സുഹൃത്തുക്കളോടും ആദ്യം, എനിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്, അവരെയൊക്കെ നന്നാക്കി എടുക്കണം എന്ന് പറയുന്ന ഒരു ധൃതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പലരുടെയും പുറകെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇടിച്ചു കയറി, നീ ഒരു ഹെൽപ്പ് എടുക്കണം, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇവരിതൊക്കെ മേ ബി നെഗറ്റീവായിട്ടാണ് എടുക്കുക. ഞാൻ ശരിയാണ്, ഞാൻ എന്തിനാ പോകുന്ന ഹെൽപ്പ് എടുക്കാൻ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ.
പക്ഷെ നമ്മൾ ഒന്ന് നോക്കുക, നമുക്ക് എപ്പോഴൊക്കെയാണ് ദേഷ്യം വരുന്നത്? ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവണേ? അത് വെറുതെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പെയിൻ ആയിരിക്കും വരുന്നത്. ശരിക്കും ആ പെയിൻ എന്താണ്? ആ പെയിന്റെ സോഴ്സ് എന്താണ്? നമ്മൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും കൂടെ കയറി നോക്കിയാൽ ആ പെയിനിന്റെ ഒരു ബേസ് അറിയാൻ പറ്റും. ആ പെയിന്റെ ഒരു ശരിക്കുമുള്ള ആ, ഉത്തരം കിട്ടും. അതൊരു ചിലപ്പം ഷെയിം ആയിരിക്കാം, നമുക്കൊരു നാണക്കേടായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള. ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു വാല്യൂലെസ്നെസ് ആയിരിക്കാം, നമുക്കൊരു വാല്യൂ കിട്ടാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പൊ ഇങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ളത്. ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ദേഷ്യം മാത്രമായിരിക്കും, ചിലപ്പോൾ സങ്കടം മാത്രമായിരിക്കും. അപ്പൊ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് സങ്കടമുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഈ സങ്കടം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നേയില്ല. പക്ഷെ ശരിക്കും നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി നമ്മളൊരു ക്ലാരിറ്റി വരുത്തണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്. നമ്മൾ പുറത്തൊരു സംഭവം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, മേ ബി ഒരു പെയിനോ ദേഷ്യമോ വാട്ടവർ ഒരു ഇമോഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ഇമോഷന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് നോട്ട് ചെയ്യണം. അതിൽ നമ്മൾ അവെയർ ആവണം. ആ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലാരിറ്റി വരൂ. നമുക്ക് ക്ലാരിറ്റി വരണമെന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന് ക്ലാരിറ്റി വരും എന്ന് പറഞ്ഞതാണ് സത്യം. ഈ ബ്രെയിൻ ഒരു ഭയങ്കര സംഭവമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ കക്ഷിക്ക് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി വേണം. ഇല്ലെങ്കിൽ ഇത് കക്ഷി സ്വന്തമായിട്ട് കഥകളൊക്കെ ഉണ്ടാക്കുന്നതിനെയാണ്. അതായത് നമ്മളിപ്പോ ഒരു ഒരു എന്താ പറയാ ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ സംഭവിച്ചായിരുന്നു, മറന്നുപോയി. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടില് എനിക്ക് പട്ടിയുണ്ട്. അപ്പൊ അവള് ഭയങ്കര ഇടിമിന്നലും ഒക്കെ ആണല്ലോ. കക്ഷിക്ക് ഇടിമിന്നലും ഭയങ്കര പേടിയാണ്. ഇടിമിന്നലാച്ചാൽ പിന്നെ പുറത്ത് കിടക്കത്തില്ല, പുള്ളിക്കാരിക്ക് പിന്നെ അകത്ത് കയറണം. അങ്ങനെയൊക്കെ ഭയങ്കര പേടിയും പ്രശ്നങ്ങളൊക്കെ. അപ്പൊ രാത്രി ആകുമ്പോൾ കൂട്ടിലിടും പുള്ളിക്കാരി, അല്ലെങ്കിൽ പുറത്ത് വലിയ നീളത്തിൽ കെട്ടിയിട്ടിടും. രാത്രി ആകുമ്പോൾ കൂട്ടിക്കൊണ്ടിടും, പുള്ളിക്കാരിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം പക്ഷെ ഇവൾക്ക് കൂട്ടി കിടക്കുന്ന ഇഷ്ടമല്ല, ഭയങ്കര ഇൻസെക്യൂരിറ്റിയാ പുള്ളിക്കാരിക്ക്. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കരമായിട്ട് ടെൻഷൻ. ഇവള് ഭയങ്കര മഴ, അപ്പം കൂട്ടി കിടക്കുന്നതൊക്കെ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ. അവൾക്ക് വിഷമാവുമായിരിക്കോ എന്നൊക്കെയാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്. അവൾക്ക് വിഷമാവുമായിരിക്കോ, അവൾക്ക് ഇനി ബുദ്ധിമുട്ടാണോ, അവൾക്ക് പേടിയാവുമായിരിക്കോ എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ അപ്പൊ പെട്ടെന്ന് എനിക്കത് മനസ്സിലായി. കാരണം അതൊരു പട്ടിയാണ്, അവൾക്ക് സർവൈവ് ചെയ്യാൻ അവൾക്ക് അറിയാം. അവൾ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവൾ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം ആക്ച്വലി. പക്ഷെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന പോലെ എന്റെ ഇൻസെക്യൂരിറ്റി ഞാൻ അവളുടെ ഇൻസെക്യൂരിറ്റിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ബ്രെയിനിന് കൊടുത്തൊരു സാധനം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്നോട് തന്നെ പറയുവാണ്, അതൊരു പട്ടിയാണ്, അതിനറിയാം അതിന്റെ പ്രൊട്ടക്ഷൻ അതിനറിയാം. ആഫ്റ്റർ ഓൾ ഞാൻ അവളെ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവളെ കൂട്ടിലാക്കി. ചുറ്റും മറ്റേ മറയൊക്കെ ഉണ്ട്, മഴയൊന്നും നനയത്തില്ല, ഇടിമിന്നൽ വന്നാലും അവൾക്ക് ഒന്നും പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവളെ ഇട്ടേക്കുന്നത് എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു കൊടുക്കുവാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ക്ലാരിറ്റി വന്നു. ശരിയാണല്ലോ, ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ കാണുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ ടെൻഷൻ അടിക്കുവാണല്ലോ. അപ്പം ഞാൻ എന്നോട് തന്നെ ഇത് ഇങ്ങനെ ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുത്തു. കാരണം നമ്മുടെ ബ്രെയിനിന് ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന കക്ഷി സ്വയം കഥ ഉണ്ടാക്കിയത്. അയ്യോ, അവൾക്ക് ബുദ്ധിമുട്ടാവും, അവൾക്ക് പേടിയാവും, ഇടിമിന്നൽ വന്നാൽ അവൾക്ക് സങ്കടം വരും എന്നൊക്കെ ഇതിങ്ങനെ ബ്രെയിൻ കഥകൾ ഉണ്ടാക്കുവാണ്. അങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ കക്ഷി ഭയങ്കര മിടുക്കനാണ്. ചിലപ്പോൾ കള്ള കഥയായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിനെ അത്രയധികം ഒന്നും വിശ്വസിക്കേണ്ട. കക്ഷി നല്ല കഥകൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം,
നമുക്കൊരു സംഭവത്തിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ആ ക്ലാരിറ്റി ഈ പറയുന്ന നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ്, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുവാണെങ്കിൽ, ഈ ക്ലാരിറ്റി നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കുക. ആ ബ്രെയിൻ ആ ക്ലാരിറ്റി എടുത്ത ഇതാണ് സംഭവം, ഇതിനകത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കുക. ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല. ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളെ ഓവർ ഇതാക്കുകയുള്ളൂ. നമ്മൾ പറയുക, നമ്മൾ വാ തുറന്ന് നമ്മളോട് തന്നെ ഇത് പറയുക. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമ്മുടെ ബ്രെയിനിന് കിട്ടും. ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് ഏറ്റവും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് ഭയങ്കര ട്രോമ ഉണ്ടാക്കിയ ഒരു കാര്യം, ഇപ്പം കുട്ടിക്കാലമൊക്കെ പോട്ടെ, അത് വേറൊരു ഇതായിട്ട് അവിടെ കിടപ്പുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പം എന്റെ ആഫ്റ്റർ മാരേജ് എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലെ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റേതിനേക്കാളും ഒരു പക്ഷെ ഇതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും എന്റെ ബോഡി എന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മള് ചില മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ചില ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്റെ ബോഡി എന്നോട് പറയുന്നത് പോവാം, വാ പോവാം, അവിടെ നിൽക്കണ്ട. ഈ അവരെന്തെങ്കിലും ചോദിച്ചാലും എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരു പാസീവ് അഗ്രഷൻ, ഒരു കളിയാക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നു. കാരണം അത്രയും നാൾ ഞാൻ അനുഭവിച്ച, എന്നോട് കാണിച്ച ട്രോമകള് ഇപ്പം അങ്ങനെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് അവിടുന്ന് കിട്ടുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം അവിടുന്ന് എനിക്കത് കിട്ടുന്നില്ല. പക്ഷെ എന്റെ ബോഡി അത് വിശ്വസിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ആ ആള് അടുത്ത് വരുന്ന സമയത്ത് എന്റെ ബോഡിക്ക് ഭയങ്കര പ്രശ്നം. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടണം. എനിക്ക് പറയുമ്പം എനിക്ക് എന്ന് വെച്ചാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അവരോട്, മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എനിക്കത് മനസ്സിലായില്ല. ഞാൻ കുറേ വർക്ക് ചെയ്തു, എന്റെ മൈൻഡുമായിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു ഇതില്. കാരണം ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എങ്ങനെ ജീവിക്കണം, എന്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ എന്റെ മൈൻഡുമായിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തു. എങ്ങനെയാണ് ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്യുക, പല രീതിയിൽ ഞാൻ ഡീൽ ചെയ്യാൻ നോക്കി. പക്ഷെ വർക്കാവുന്നില്ല. ചില സമയത്ത് നമുക്ക് തോന്നും വർക്കായി, കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് തോന്നും. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മുടെ കൈവിട്ട് പോവാം. വെരി റീസെന്റ്ലി ആണ് എനിക്ക് മനസ്സിലായത് അത് മൈൻഡല്ല, എന്റെ ബോഡി ആയിരുന്നു എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാന്നുള്ളത്. കാരണം അവരടുത്ത് വരുന്ന സമയത്ത് എന്റെ ബോഡി എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. ഇനിയും അവരെന്തെങ്കിലും എന്താ പറയാ എന്നെ ട്രോമാറ്റൈസ് ചെയ്യും. എന്നെ ബോഡി എന്നെ ഒരു ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്നുവെച്ചാൽ ബോഡി എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അവരെന്നെ ഒരു തരത്തിലും എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടില്ല, മെന്റലി അല്ലാതെ. പക്ഷെ എന്റെ ബോഡിയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാന് അപ്പം എനിക്ക് മനസ്സിലായ ആ ഒരു മനസ്സിലാക്കൽ ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്. കാരണം അപ്പോഴാണ് ഞാൻ അതിൽ അവെയർ ആയത്, ഞാനത് ശ്രദ്ധിച്ചത്. എന്റെ ബോഡിയാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ഓടി രക്ഷപ്പെടാൻ, അതെന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയും അവൻ എന്തെങ്കിലും പറഞ്ഞാലോ, ഇനിയും അവരെന്നെ ട്രോമാറ്റൈസ് ചെയ്താലോ എനിക്കത് വയ്യ എന്ന് പറഞ്ഞിട്ട് എന്റെ ബോഡി എന്നോട് പറയാൻ ഓടി രക്ഷപ്പെടാൻ, അവരുടെ മുഖത്ത് നോക്കാതിരിക്കാൻ. എന്റെ മൈൻഡ് അല്ല പറഞ്ഞത്. ആ ഒരു തിരിച്ചറിവായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്രോമയുടെ ഒരു ഹീലിംഗ് പോയിന്റ് അതായിരുന്നു. കാരണം നമ്മുടെ ചില ട്രോമകള് നമ്മുടെ മൈൻഡിൽ മാത്രമായിരിക്കൂല, നമ്മുടെ ബോഡിയിലും ഉണ്ടാവും. ചിലത് നമ്മുടെ ഈ ഡെയിലി റൂട്ടീൻസിൽ ഉണ്ടാവും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് അവെയർ ആയിരിക്കാം. എവിടെയാണ് എനിക്ക്
കുത്തുന്നത്. എവിടെയാണ്, ആരാണ് എന്നോട് സംസാരിക്കുന്നത്? എന്റെ മൈൻഡാണോ എന്നോട് സംസാരിക്കുന്നത്? എന്റെ ബോഡിയാണോ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് വാച്ച് ചെയ്യാം. ഈ സ്പിരിച്വാലിറ്റിയുടെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളൊരു അവെയർ ആവുക എന്നുള്ളതാണ്. നമ്മുടെ അതായത് എന്താണോ എവിടെയാണോ നമ്മുടെ ട്രിഗർ കിടക്കുന്നത്, ബോഡിയിലാണോ മൈൻഡിലാണോ എന്നുള്ളതിൽ നമ്മൾ അവെയർ ആവുക. സെക്കൻഡ് ഫേസ്, ഹീലിംഗിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. ഞാൻ ആ ഒരു ട്രിഗറും കൊണ്ട് ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടാം എനിക്ക്, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ എന്തിനാ അത് മാറ്റുന്നേ? ആക്ച്വലി അവർക്ക് വേണ്ടിയല്ല, എനിക്ക് സമാധാനം വേണം, എനിക്ക് എന്നെ കുറച്ചും കൂടി ബെറ്റർ ആക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റുന്നത്. അല്ലാതെ ഞാൻ അവരെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുന്നത്, മാപ്പ് കൊടുക്കുന്നത് ഒന്നും അവർക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്നെങ്കിൽ മാപ്പ് കൊടുക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒരാളെ ഞാൻ എന്താ പറയാ അപ്പൊ ക്ഷമിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഞാനതില് എന്താ പറയാ ഞാനതിൽ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, എന്നെ കുറച്ചുകൊണ്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ലെറ്റ് ഇറ്റ് ഗോ ചെയ്താലേ നമുക്ക്, ഇപ്പൊ മേ ബി നമ്മുടെ പേരൻസ് ആണെങ്കിൽ പോലും നമ്മളോട് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്തവരായിരിക്കാം ചില പേരൻസ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേരൻസിന്റെ അടുത്ത് പോലും നമ്മൾ എന്തിനു ക്ഷമിക്കണം എന്ന് നമുക്ക് തോന്നും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ല ക്ഷമിക്കുന്നത്, നമ്മൾ നേരെ അവരുടെ മുന്നിൽ പോയിട്ട് മാപ്പ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ അവർക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുക. എന്തിനാ മാപ്പ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പറയുന്ന പല പല ഈ പേരൻസ് ആണെങ്കിൽ പോലും, ഈ പേരൻസ് ഇപ്പം നമ്മൾ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോ ആദ്യം പറയാൻ പറ്റുക ഞാൻ ശ്രീപാർവതിയാണ്, ഞാനൊരു ഓഥറാണ് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് എനിക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു കോച്ചും കൂടിയാണ്. പിന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നയാളുടെ വൈഫാണ്, ഞാൻ ഇന്ന ഫാമിലിയിലുള്ള ആളാണ്, പിന്നെ എന്റെ അച്ഛനും അമ്മയും ആരാണ്, എനിക്ക് ഇന്നൊരു സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ ഒരു സാധനം ഓരോരോ സർക്കിളിന്റെ അകത്ത് ആയിട്ട് വരുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചാൽ, പിന്നെയും ചോദിക്കാണ് നീ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമുക്കറിയില്ല. കാരണം നമുക്ക് ഈ പുറത്ത് കാണുന്ന ഉത്തരങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. പുറത്ത് നമ്മൾ ആരാണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ അറിയാം, നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പക്ഷെ ശരിക്കും നീ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ബേസിക് ആയിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് സമാധാനമുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു യാതൊരുവിധമായ ട്രിഗറുകളും അലട്ടാത്ത ട്രിഗറുകൾ ഉണ്ടാവും. നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായാൽ പോലും ഇതിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സമാധാനമുള്ള ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആളെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ ഹീലിംഗ് യാത്ര. അപ്പൊ ആ യാത്രയിൽ നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുറെ മനുഷ്യരോട്, അതായത് നമ്മുടെ പേരൻസിനോട് നമുക്ക് ക്ഷമിച്ചേ പറ്റുള്ളൂ. അവരെ നമ്മളോട് എന്തോ ചെയ്തോട്ടെ, അവരെ അടിക്കോ മീൻസ് നമ്മളെ ഇല്ലാതാക്കോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അവരോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാവരോടും ക്ഷമിക്കുക എന്നുള്ളതല്ല, പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്ന എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് ഒന്നും അവർക്ക് വേണ്ടിയിട്ടേ അല്ല, നമ്മൾ അവരോട് നേരിട്ട് പോയി ക്ഷമ ചോദിക്കാനോ അത് വിട്ട് കളയാനോ ഒന്നുമല്ല, അവര് നമ്മളോട് കാണിച്ച വൃത്തികേടുകൾ മറക്കാനോ ഒന്നുമല്ല, നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വ്യക്തി, ഇപ്പം ഒരു മനുഷ്യൻ നമ്മളോട് വൃത്തികേട് കാണിച്ചു, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എന്ന് വെച്ചു,
ആ വൃത്തികേട് കാണിച്ച് പിന്നെയും പിന്നെയും നമ്മളിതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കാം. എന്നാലും അയാൾ എന്നോട് അങ്ങനെ കാണിച്ചല്ലോ, ഞാൻ അയാളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് നമ്മുടെ സമാധാനമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം അയാളുടെ ഒരു അയാളുടെ ഉള്ളിലുള്ള ഒരു വൃത്തികെട്ട മനസ്സ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ട്രോമ, അയാളുടെ ലൈഫിൽ നിന്ന് അയാൾക്ക് കിട്ടിയ പാഠങ്ങൾ വെച്ചിട്ടാണ് അയാൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അയാളുടെ ഒരു ട്രോമയാണ് നമ്മളുടെ നേർക്ക് അയാൾ കാണിച്ചത് എന്ന് പറഞ്ഞൊരു സാധനം. കാരണം നമ്മൾ നമ്മുടെ ട്രോമകളെ ഡീൽ ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ട്രോമകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. എനിക്കിപ്പം എന്റെ മുന്നിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്ന ഒരാളെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അയാൾക്ക് എന്ത് ട്രോമയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അയാള് എന്നോട് എന്ത് കാണിച്ചാലും ബേസിക്കലി എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് അയാൾക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ അയാളുടെ അടുത്ത് മുമ്പിൽ പോയിട്ട് സാരമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് ഓക്കെ, എന്നെ ഇത് ബാധിക്കണില്ല, വേണമെങ്കിൽ അയാളെ ബാധിച്ചോട്ടെ. അപ്പൊ അങ്ങനെ ഒരു നേച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് അവർക്ക് വേണ്ടിയല്ല, നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ഹീലിംഗ് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം അവെയർ ആവുക, പിന്നെ അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ എന്താണ്. ഈ ഹൂ ആർ യു എന്ന് ചോദിക്കുന്നതിന്റെ ഇൻസൈഡിലേക്ക് കയറി ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പറയുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ തന്നെയാണ്. ഈ പറയുന്ന ഒരുപാട് കുറവുകളുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ ഈ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിക്കാരി പറഞ്ഞത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ ലൈഫിൽ. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ ഒരിടത്തും അടിയുറച്ച് നിൽക്കുന്നില്ല, ഇങ്ങനെ മാറി മാറി പൊക്കോണ്ടിരിക്കും, ഒരു കാര്യം എനിക്ക് സംതൃപ്തി തരുന്നില്ല. അപ്പൊ ഞാനത് എങ്ങനെ ഡീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കുറേ ദിവസം ഞാൻ കരഞ്ഞു. എനിക്കത് എങ്ങനെ മാറ്റാൻ പറ്റും? കാരണം എന്റെ ലൈഫിനെ അത്രത്തോളം അത് ബാധിച്ചു, ഈ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന സ്വഭാവം മാത്രം. അപ്പൊ എനിക്കത് മാറ്റിയേ പറ്റൂ. ഡോക്ടർ ആണെങ്കിൽ പറയണത് എന്താ, ഇത് മാറ്റാൻ പറ്റും. ഡോക്ടറല്ല, പുള്ളിക്കാരി പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള കുറെ റിസർച്ചുകൾ നടത്തി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇതിൽ പണിയെടുത്താൽ മാറും. ഞാൻ കുറെ ജേർണലിംഗ് ഒക്കെ ചെയ്തു, അത്യാവശ്യം നിറയെ ക്ലാരിറ്റി ഒക്കെ കിട്ടി. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഇത് എന്താണ് സംഭവം എന്നൊക്കെ എനിക്ക് ക്ലാരിറ്റി ഒക്കെ കിട്ടി ജേർണലൊക്കെ എഴുതിയ സമയത്ത്. പക്ഷെ ഇത് പണിയെടുക്കണമല്ലോ, എങ്ങനെ പണിയെടുക്കും? കാരണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇത് മടുക്കും, ഞാൻ അതിട്ടിട്ട് അടുത്ത പരിപാടിക്ക് പുറകെ പോകും. ഇതാണ് എന്റെ പരിപാടി. അപ്പൊ ഇത് മാറ്റണം. ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റണം, അതാണ് എന്റെ ഹീലിംഗ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്തൊരു പരിപാടി, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്റെ ബോധി എന്ന് പറയുന്ന എന്റെ ഒരു ഹീലിംഗ് പ്ലാറ്റ്ഫോം ഞാൻ തുടങ്ങിയത്. ഒരു 3 മാസമായിട്ടേ ഉള്ളൂ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതെന്ന് പറയാൻ ആദ്യം ഞാനൊരു ഗേൾസിന്റെ സ്ത്രീകളുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10-20 പേരുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഞാനത് അവർക്ക് വേണ്ടിയല്ല സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ തീരെ ഒരു കാര്യം ഇപ്പം അത് തുടങ്ങിയെങ്കിൽ പോലും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് നിർത്തുമെന്ന് എനിക്കറിയാം. സാധാരണഗതിയിൽ ഞാനത് നിർത്തും. ഒന്നാമത് ഇങ്ങോട്ട് റെസ്പോൺസ് കുറവുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഉറപ്പായിട്ട് നിർത്തും. പൊതുവെ റെസ്പോൺസ് കുറവായിരുന്നു. കാരണം നമ്മളെ അങ്ങനെ അല്ലല്ലോ ആൾക്കാർ കാണുന്നത്. എന്നെ ഒരു കോച്ചായിട്ടൊന്നും ആൾക്കാർ കാണുന്നില്ല, എന്നെ ഒരു ഓഥറായിട്ട് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. അപ്പം അവര് ചുമ്മാ രസിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഗ്രൂപ്പിൽ വന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഹീലിംഗ് ടെക്നിക്സുകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആർക്കും അതിന്റെ ആവശ്യമില്ല. അപ്പം എനിക്ക് മടുത്തു. അപ്പം അടുത്ത മൊമെന്റിൽ ഞാൻ ചെയ്യേണ്ട പരിപാടി ഞാൻ അത് നിർത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം എന്റെ തലയിൽ ഇങ്ങനെ പെരുപ്പ് വരുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാനൊരു 21 ഡേയ്സ് ചലഞ്ച് വെച്ചു. അപ്പൊ ഓരോ ദിവസം ഞാൻ ഓരോരോ ടാസ്കുകൾ കൊടുക്കും, ഞാനും അത് ചെയ്യും, അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ 20 പേരുള്ള ഗ്രൂപ്പിൽ. അപ്പൊ എനിക്ക് മടുത്തു ഓൾറെഡി. ഇത് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, വയ്യ. അപ്പം എന്റെ തല ശരിക്കും പെരുപ്പ് വരുവാണ്. എന്നുവെച്ചാൽ ഇതിന് ചെയ്യണ്ട, ആർക്കും ഇത് ആവശ്യമില്ല എന്ന് പറയുന്നൊരു സാധനം നമുക്കറിയാൻ പറ്റും, ആ ഒരു പെരുപ്പ് വരുന്നത്. പക്ഷെ ഞാൻ എന്റെ തലച്ചോറിനോട് പറഞ്ഞു, നിക്ക്,
ഇത് അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ തുടങ്ങിയത്. ഇത് ഞാൻ എന്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സാധനമാണ്. അപ്പം അവർക്ക് വേണ്ടി ഞാനത് നിർത്തി കഴിഞ്ഞാൽ എന്റെ കൺസിസ്റ്റൻസിയാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഇത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്തതായതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യും എന്ന് ഞാൻ എന്നോട് തന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഉറക്കെ പറഞ്ഞ് ജേർണലിൽ എഴുതി വെച്ച് കൂടുതൽ എന്റെ ബ്രെയിനിന് ക്ലാരിറ്റി കൊടുത്തിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ കിരികിരിപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടിന്യൂസ്ലി ഇരുന്ന് ആ ടാസ്ക് 21 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബോധി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കി ഈ പറഞ്ഞ പോലെ ശീലിങ്ങിനായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ, വർക്ക്ഷോപ്പുകൾ, ക്രിയേറ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പ്, അതും ആക്ച്വലി എനിക്ക് ഒരു ഒന്നാമത്തെ ബാച്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മടുത്തു. എന്നുവെച്ചാൽ കുഴപ്പമില്ല, ആൾക്കാരിനകത്തുണ്ട്, നന്നായിട്ട് വർക്ക്ഷോപ്പ് പോകുന്നുണ്ട്, എന്നാലും എനിക്ക് മടുപ്പ് വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് മടുത്തിട്ട് കാര്യമില്ല, കാരണം എന്റെ കൺസിസ്റ്റൻസിയുടെ കാര്യമാണ്. ഞാനിത് അവർക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. അവർക്ക് അതിനകത്ത് ഗുണം കിട്ടുന്നുണ്ടാവും, ആയിക്കോട്ടെ, പക്ഷെ ഞാനിത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്ച്വലി ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്നായിട്ട് ഹീൽ ചെയ്ത് ആക്ച്വലി ഹീലിംഗ് ഒരിക്കലും അവസാനിക്കില്ല കേട്ടോ. നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രിഗർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചില സാധനങ്ങൾ നമുക്ക് പെയിൻ എടുക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് ഇപ്പം റീസെന്റ് എനിക്ക് മനസ്സിലായ ഒരു സാധനം, അതായത് ഒരാള്, ഞാൻ പറഞ്ഞ പോലെ ഇത് പബ്ലിക് ആക്കും എന്നുള്ളത് എല്ലാം ഒന്നും പറയാൻ പറ്റുന്നില്ല. അതായത് എന്റെ ഒരു ഫാമിലിയിലുള്ള ഒരു ആള് എന്നെ സാധാരണഗതിയിൽ എന്നെ വിളിക്കേണ്ടുന്ന ഒരു പേരല്ല വിളിച്ചുകൊണ്ടിരുന്നത്. അത് എന്റെ സ്ഥാനപ്പേരല്ല വിളിച്ചുകൊണ്ടിരുന്നത്, മറ്റൊരു പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അവരെന്നെ എന്നെ 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 ചേച്ചി എന്നാണ് വിളിക്കേണ്ടത് അവര്. പക്ഷെ എന്നെ അതായത് അവര് കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിൽ വന്നതാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതാണ്. പക്ഷെ ആ കുട്ടിയായിട്ട് എനിക്ക് നേരത്തെയും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, കല്യാണത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വകയിൽ ഞാൻ ആ കുട്ടിയുടെ ഭാഗ്യയിലൊരു അമ്മായിയാണ്. അപ്പൊ ഈ കുട്ടി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എന്നെ ഞങ്ങളെ എല്ലാവരും അമ്മായി അമ്മായി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഏടത്തിയാണ്, ഏടന്റെ വൈഫാണ്. അപ്പൊ അങ്ങനെയാണ് വിളിക്കേണ്ടത്, കാരണം അവളുടെ ബാക്കി ഏടത്തിമാരെയൊക്കെ അവൾ അങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം അവൾ എനിക്ക് ഭയങ്കര ഡിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവളുടെ എന്നോടുള്ള അടുപ്പവും സ്നേഹം കൊണ്ടാണ് പുള്ളിക്കാരി എന്നെ അങ്ങനെ വിളിക്കുന്നത്. ഒരു തമാശ രീതിയിൽ വിളിക്കുന്നതാണ്, എന്നെ കളിയാക്കിയും തമാശ രീതിയിലും ഒക്കെയാണ് ആ ഒരു വിളി വിളിക്കുന്നത്. അപ്പം ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിനിപ്പോ എന്താ. അപ്പം വെരി റീസെന്റ് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് പക്ഷെ എന്നെ ഈ പേര് വിളിച്ചു. അപ്പം ചുറ്റും നിന്നവര് അമ്മായിയോ എന്നുള്ള, കാരണം സ്ഥാനപ്രകാരം അമ്മായി അല്ല. അപ്പം സ്ഥായി ആൾക്കാരിങ്ങനെ പെട്ടെന്ന് അമ്മായിയോ അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നൊരു സാധനം വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം സാധാരണഗതിയിൽ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്നു, ഞാൻ ആലോചിച്ചു എന്താണ് എനിക്കവിടെ ഫീൽ ചെയ്തത് എന്താണ്. എനിക്ക് അവളെ അത്ര ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ ഇത്രയും നാള് അത് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവൾ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും അവളല്ലേ, എന്റെ കൊച്ചല്ലേ, അവൾ എന്തെങ്കിലും വിളിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഞാൻ ഇങ്ങനെ അത് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു, എന്താണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് എവിടെ ഒരു പെയിനുണ്ട്, എനിക്കത് കേൾക്കുന്നത് സങ്കടം വരുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് ശരിക്കും പ്രോബ്ലം? അപ്പൊ ഞാൻ വീണ്ടും എന്നിലേക്ക് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ ഒരു വാല്യൂലെസ്നെസ് ഫീൽ ചെയ്തു. പക്ഷെ അവൾക്ക് എന്നെ ഭയങ്കര വാല്യൂ ഉള്ള ഒരു കുട്ടിയാണ്, എങ്കിൽ പോലും ആ വിളിക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ. വകയിലെ ഏതോ ഒരു അമ്മായിയേക്കാൾ ബെറ്റർ ആണ് ഇപ്പോഴത്തെ ആ ഒരു ഏടത്തി എന്ന് പറയുന്ന ഒരു സ്ഥാനം, അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് വേണമെങ്കിൽ 4 രീതിയിൽ മെസ്സേജ് അയക്കാം. ഒന്ന് പാസീവ് ആകാം, മീൻസ് ഒന്നും മിണ്ടാതെ പോകാം, ആസ് യൂഷ്വൽ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അഗ്രസീവ് ആകാം, നീ ഇനി മേലെ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ ഒരു പാസീവ് അഗ്രഷൻ ആകാം, അല്ലെങ്കിൽ അതായത്
കളിയാക്കി. കാരണം അവള് വേറെ ആരെയും അങ്ങനെ വിളിക്കുന്നില്ല, എന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒന്ന് കളിയാക്കി വേണമെങ്കിൽ സംസാരിക്കാം. ഇതൊന്നും അല്ലാത്തൊരു രീതി എന്ന് പറയുന്നത് ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഒരു സംഭാഷണ രീതിയാണ്. അതായത് നമുക്ക് ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ നമ്മൾ എടുത്തു ചാടി ഒന്നും പറയാതെ നമ്മളൊരു പോസ് എടുക്കുക. ആ മൊമെന്റില് ഞാനത് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഞാൻ അഗ്രസീവ് ആവും. അങ്ങനെയല്ല. നമ്മൾ വന്നിരുന്ന് നമ്മൾ ആലോചിക്കുക, എന്താണ് എന്റെ യഥാർത്ഥ പെയിൻ, എന്താണ് എനിക്ക് പെയിൻ ഉണ്ട്, ആ പെയിനിന്റെ അടിയിൽ എന്താണ് യഥാർത്ഥ റീസൺ എനിക്ക് സംഭവിച്ചത്. എനിക്ക് എന്റെ ഇൻസെക്യൂരിറ്റി ആണോ, എനിക്ക് ഷെയിം ആണോ, എന്റെ വാല്യൂലെസ്നെസ് ആണോ, എന്താണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനത് എത്രയും നാള് മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഉള്ളില് അതൊരു കുത്തുണ്ട്. ആ കുത്തിനെ ഞാൻ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വേറൊരാൾക്ക് പെയിൻ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ അവളോട് സംസാരിച്ചാൽ മേ ബി അവൾക്ക് സങ്കടം വരും. അപ്പൊ അവൾക്ക് സങ്കടം വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ പെയിൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ സംസാരം 100% അസേർട്ടീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. എങ്ങനെയാണ് അസേർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ? അതായത് നമ്മൾ ദേഷ്യപ്പെടുകയല്ല, നമ്മൾ കളിയാക്കി സംസാരിക്കുകയല്ല. നമ്മൾ നമ്മുടെ പെയിൻ, നമ്മുടെ ഉള്ളിൽ എന്താണോ പെയിൻ, ആ പെയിനിനെ നമ്മൾ ഏറ്റവും സത്യസന്ധമായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ പറയാം. എടോ എനിക്കത് നീ അങ്ങനെ വിളിക്കുന്നുണ്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കതിലൊരു വിഷമമുണ്ട്. നീ അങ്ങനെ ഉദ്ദേശിച്ചല്ല വിളിക്കുന്നതെന്ന് എനിക്കറിയാം. നീ അടിപൊളിയാണ്, നീ നല്ല കുട്ടിയാണ്, നീ സുന്ദരി ഭാവയാണ് എന്നൊക്കെ പറഞ്ഞ് കളി ഒന്ന് ഒന്ന് പുന്നരിച്ച് കൊഞ്ചിച്ച് അങ്ങനെയാണ് ഞാൻ അവളോട് സംസാരിച്ചത്. അവൾക്കത് 100% മനസ്സിലാവുകയും അവളോട് സോറി പറയുകയും ചെയ്തു. ഞാൻ സോറി ഒന്നുമല്ല, സോറിയുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവൾക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത് ഭയങ്കര അസർട്ടീവ്. ഞാൻ എന്റെ ഫീലിംഗ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി പറയാം. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും വാട്ടവർ ഹൂവർ ആരാണെങ്കിലും നമ്മളോടൊരു മോശം കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന 4 കാര്യങ്ങളും ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ മിണ്ടാതെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകും, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ കളിയാക്കി സംസാരിക്കും. പക്ഷെ ഇതൊന്നുമല്ല ഹീലിങ്ങിന്റെ വഴി. നമ്മൾ അസേർട്ടീവ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് എങ്ങനെയാണോ അവര് പറഞ്ഞത് ഫീൽ ചെയ്തത്, ആ ഫീലിങ്ങിനെ ഏറ്റവും സത്യസന്ധമായിട്ട് നമ്മുടെ ഭാഷയിൽ ഞാൻ എന്താണോ അനുഭവിച്ചെന്നുള്ളത് ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പറയാം. ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അസർട്ടീവ് സെന്റൻസുകൾ, സ്റ്റേറ്റ്മെന്റ്സുകൾ. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ജെനുവിനിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു എനർജി അവരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ആ എനർജി അവർക്ക് കണക്ട് ആവുകയും നമ്മുടെ ജെന്യൂനിറ്റി അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇനി അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അത് അവരുടെ ട്രോമയാണ്, നമ്മളെ ബാധിക്കേണ്ട വിഷയമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ പെയിൻ നമ്മൾ വെച്ചുകൊണ്ട് നടക്കരുത്, അത് പറയുക ഏറ്റവും അസർട്ടീവായിട്ട്. ഇതൊക്കെ ഈ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് നല്ലോണം തീരാറായി കാണുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഓരോ ശൽക്കങ്ങളും അയച്ചു വെച്ച് പറഞ്ഞ നമ്മൾക്ക് കുട്ടിക്കാലം മുതൽ നമ്മുടെ ഫാമിലി, അച്ഛനമ്മ, നമ്മുടെ സമൂഹം, നമ്മുടെ പേരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി, ഇവരൊക്കെ നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന സാധനം. എന്റെ ബോഡി ആയിക്കോട്ടെ, എന്റെ ബോഡിയുടെ ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്റെ മനസ്സിന്റെ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇതൊക്കെ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ്. ശരിക്കുള്ള ഞാൻ എന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. നമ്മുടെ ലെനയൊക്കെ പറയുന്ന പോലെ ശരിക്കുള്ള ഞാൻ വേറെ ആരോ ആണ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ എന്നെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സമൂഹം ഞാനല്ലാത്ത മറ്റുള്ള ആൾക്കാർ എനിക്ക് തന്ന എല്ലാവിധമായിട്ടുള്ള പ്രോബ്ലംസിനെയും നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് എന്റെ പ്രോബ്ലം, എന്താണ് ഞാൻ, ആരാണ് ഞാൻ? ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്താണ് എന്റെ ട്രിഗറുകൾ അത് എഴുതി വെക്കുക.
ട്രിഗറുകൾ ഓരോന്ന് എഴുതി വെക്കുക. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇൻകൺസിസ്റ്റന്റ് ആണ്, കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അക്സെപ്റ്റിംഗ് ദാറ്റ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഹീലിംഗ് പണിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിനായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡീൽ ചെയ്താൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രോമകളുമായിട്ട് മരിക്കുന്നത് വരെ അങ്ങ് പോകാം. ഇതാണ് സ്പിരിച്വാലിറ്റി. വലിയ വലിയ പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങൾ. ഇപ്പൊ ഒരു ദൈവത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വിശ്വാസമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അല്ലാതെ ഞാനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഷ്യസ്നെസ് ആണ് ദൈവം, പ്രപഞ്ചമാണ് ദൈവം എന്നൊന്നും വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ ദൈവം എന്താണ്? നമുക്ക് മുന്നിൽ ഒരാളുണ്ട്, നമുക്ക് മുറുക്കെ പിടിക്കാൻ ഒരാൾ വേണം, ഒരു ദൈവം വേണം എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതും സ്പിരിച്വാലിറ്റിയുടെ ഒരു വഴിയാണ്. ഫൈനലി നമ്മൾ എത്തുന്ന ഒരു ഇടമുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആക്ച്വലി സ്പിരിച്വാലിറ്റിയുടെ വെരി ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മാത്രമാണ് കേട്ടോ. അങ്ങോട്ട് പോകും തോറും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ആദ്യത്തെ ഈ കട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കണ്ടാലും നമുക്കത് മനസ്സിലാവും. നമ്മുടെ ട്രിഗറുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ ഭയങ്കര നല്ലതാണ്. ഞാൻ പറയുന്ന എല്ലാ ടെക്നിക്സും ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നല്ലതാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബ്രീത്തിങ് ടെക്നിക്സ്, സ്ട്രെസ്, പെരിമെനോപോസ് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് വലിയൊരു സെഷന് തന്നെയുള്ള വിഷയമുണ്ട്. ഒരു പെരിമെനോപോസിന്റെ ഒരു കോഴ്സ് ഞാൻ എടുത്തു. ആക്ച്വലി എനിക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ്. ഇതെങ്ങനെയാണ് ദൈവം ഇത്രയും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് മാത്രം ഞാൻ എടുത്ത കോഴ്സാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, ഇമോഷൻസിൽ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര സംഭവമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈഫ് ഒരു സംഭവമാണ്. അതുകൊണ്ട് പറഞ്ഞ വലിയ സൂപ്പർ പവർ എന്നും പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പൊക്കിയടിക്കണ്ട. നമ്മൾ വൾണറബിൾ ആണ്. ആ വൾണറബിലിറ്റിയും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും മസ്കുലിൻ ആയിട്ടുള്ള ഒരു ബോഡി, ഒരു ഇതുണ്ടാവും. അതിന്റെ അകത്ത് നമുക്കൊരു ഫെമിനൈൻ നേച്ചർ ഉണ്ട്. എത്ര മസ്കുലിനിറ്റി കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ ഫെമിനൈൻ നേച്ചർ ഉണ്ട്. ആ ഫെമിനൈൻ നേച്ചറിനെ കൂടെ ഒന്ന് അഡ്രസ് ചെയ്യാം. എന്റെ ഉള്ളില് സ്നേഹം കൊതിക്കുന്നു, ഈ പറഞ്ഞ പോലെ നമ്മുടെ മാത്രമായിട്ടുള്ള ഒരാളുടെ പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്ന നല്ല ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് ആക്ച്വലി. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ പറഞ്ഞ പോലെ നമ്മുടെ ഫീലിങ്സ് നമുക്കറിയാം. നമുക്ക് ആ ഒരു നർച്ചറിങ് ആവശ്യമാണ് ഒരു മനുഷ്യന്റെ. അതായത് ഒരു മസ്കുലിൻ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫെമിനിറ്റിയെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അലൈൻഡ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ നേച്ചർ നമുക്ക് ആവശ്യമാണ്. ആ ഒരു നർച്ചറിങ്ങും ഒരു പ്രൊട്ടക്ഷനും നമുക്ക് ആവശ്യമാണ്. നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും അതവിടെ റിയാലിറ്റി ആയിട്ട് അതവിടെ ഉണ്ട്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന സമയം ഒരുപാട് സംസാരിച്ചു. അതുകൊണ്ട് ആക്ച്വലി ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ശരി. കാരണം നമ്മള് കുറേ കാര്യങ്ങൾ, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെ നമ്മളൊന്നുകൂടെ അവെയർ ആവണം, അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതും, അതുപോലെ കുറച്ച് എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാം. നമുക്ക് റിലേറ്റബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവരും സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ. അതായിരിക്കും എല്ലാവർക്കും ഇവിടെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഓ എന്റെ കൂടെ അവരങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. എന്താ പറയുക, അതാണ് എനിക്ക് ബേസിക്കലി നമ്മളെല്ലാവർക്കും ഒന്നാണ്. ബേസിക്കലി നമ്മുടെ എല്ലാവരുടെയും അതെ. ട്രോമകൾ ഒന്നാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്നേ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളുടെ ട്രോമകൾ മനസ്സിലാവുമ്പോൾ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ട്രോമകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ഫർഗീവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ വൺനെസ് എന്ന് പറയുന്നത്. ബേസിക്കലി സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് ഈ വൺനെസ്, ഈ എംപ്റ്റിനെസ്, ഈ നത്തിങ്നെസ് ആണ്, ഈ ഒന്നുമില്ലായ്മയാണ്. നമ്മളൊന്നുമില്ല. നമ്മളെന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അതാണ്.
മാമിനെ കണക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ശ്രീ പാർവതി എന്നുള്ള. നമ്മൾ എന്തായാലും ഇന്ന് മാമിൻ്റെ നമ്മുടെ സഖിയുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാമിനെ കണക്ട് ചെയ്യണമെങ്കിലോ കോൺടാക്ട് ചെയ്യണമെങ്കിലോ ഒക്കെ അതുവഴി ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം എനിക്ക് മാം പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ പിന്നെ അത് അതെ. അത് അതിൽ തന്നെ മാമിന്റെ വാട്സപ്പ് ഉണ്ട്. അതുപോലെ ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഞാൻ ഇന്ന് ഞാൻ തിരിച്ചും ഡ്രൈവ് ചെയ്ത് വരുന്ന മാധവിയുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു ന്യൂസ് ചാനലത്തെ. അപ്പൊ ഞാൻ ആ, അത് ആ. കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മാമിനെ കുറിച്ചൊന്നും കൂടെ കൂടുതൽ എനിക്കറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ആ ഉം. ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു ന്യൂസ് ചാനലിൽ അതെ, ഇതായിട്ടുള്ള അതെ. അത് ഭയങ്കര. അപ്പൊ അയ്യോ എന്നാ ബുക്കൊന്നും വായിക്കണല്ലോ ഇനിയിപ്പോ എവിടെ കിട്ടും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഞാൻ. പൊതുവെ എനിക്ക് ത്രില്ലർ ഹൊറർ ഇത്തിരി പേടിയാണ്. മറ്റേ പേടി പറഞ്ഞ ഓ, പോലെ എനിക്ക് ആ സാധനം ഭയങ്കര പേടിയാണ്. ആ, മറ്റേ പുള്ളി. ചെറുപ്പത്തിൽ നല്ല കടമറ്റത്ത് കത്തനാർന്നൊക്കെ ഉള്ള സീരിയലൊക്കെ ഉമ്മ വെക്കുമ്പോ ഞാനിങ്ങനെ കൈ പൊത്തി പിടിച്ചിട്ട് കാണുന്ന. ഓ, അപ്പൊ അയ്യോ. അത്രയും ഒരു ഹൊറർ എന്ന് പറയുമ്പോഴേ ആ ഭാഗത്തേക്കേ പോകാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്നാലും എനിക്കത് ആ ഒരു ഇതൊക്കെ പറഞ്ഞ വൈൽഡ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ കൊള്ളാലോ എന്നുള്ളൊരു ഇത്. കാരണം നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പഴയൊരു വീട്, അല്ലെങ്കിൽ ചിലപ്പോ അവിടെ ആളുകൾ ഇല്ലാത്തൊരു വീട് എന്നുള്ളൊക്കെ ഒരു സംഭവം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വീട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിന്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീട്. അപ്പൊ നമുക്കതിങ്ങനെ കണക്ട് ചെയ്യാം, അവിടെ പ്രേതം ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പിക്ചർ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോ എന്റെ ഉള്ളിലേക്ക് വന്നത്. സോറി, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഞാൻ എന്നെ പറയണ്ടെന്നല്ലോ. മാം, എന്റെ പേര് നജിയ എന്നാണ്. നെയ്. ഏഹ്, എനിക്ക് മാമിനെ സത്യം പറഞ്ഞാൽ ഞാൻ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. ഒരു 2 ആഴ്ച മുന്നെയാണ് ഞാൻ ഉം. മാമിന്റെ ചാൻസ് പ്രേമാശ്രമം വായിക്കാൻ പറ്റിയത്. അത് വായിച്ചൊരു 3-മത്തെ ദിവസമാണ് ഗ്രൂപ്പിൽ വരുന്നത് ശ്രീ പാർവതിയുടെ ഒരു സെഷൻ ഉണ്ടെന്ന്. ഞാൻ ഭയങ്കര ഓ, വാവ്, സർപ്രൈസ് ആയി. വായിച്ച് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇപ്പൊ മാം ഈ ആ, സെഷനിൽ ഹസ്ബൻഡ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആര്യന്റെ പേരാണ് എന്റെ മൈൻഡിൽ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഓക്കെ. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു വിചാരിച്ചു, ഹസ്ബൻഡിന്റെ പേര് അങ്ങനെയാണോ, ഹസ്ബൻഡ് അതിന്റെ ആണോ നിങ്ങളത് അതിനകത്ത് വന്നിരിക്കുന്നത്? പേരതല്ല, പേര് മാറ്റിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് അതെയാണോ അത്? ഏറെക്കുറെ. പക്ഷെ എന്തുകൊണ്ടാണ് ലാസ്റ്റ് അങ്ങനെ ഒരു എൻഡിങ് കൊടുത്തത്? ഭയങ്കര വിഷമായി പോയി. നമ്മള് നോവൽ എഴുതുമ്പോ നമ്മുടെ ലൈഫ് അല്ലല്ലോ നമ്മൾ എഴുതുന്നത്. നമ്മൾ അതൊരു ഹോണ്ടിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താലല്ലേ ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റഡ് ആകത്തുള്ളൂ. ഒക്കെ ഒരു ടെക്നിക്കാ. അത് മോശമായി അതൊക്കെ പോയി. ഒരു എം എസ് ചെയ്യാൻ. പലരും ഒരുപാട് പറയുന്നുണ്ട് മോശമായി പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കിടക്കും. എന്നാലും അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ആ, നമ്മൾ അങ്ങനെ അപ്പൊ ചെയ്യണ്ട. അതുകൊണ്ടാണല്ലോ എന്നോട് ആ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കൂല. തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. വീൽ ചെയർ എന്ന് കേട്ടപ്പോൾ എനിക്ക് ആര്യനാണ് എന്റെ മൈൻഡിൽ വന്നത്. അപ്പൊ ഞാൻ ആ, ഇനി അതാണ്. ബാക്കിയുള്ള എല്ലാം വായിക്കാം. കുറച്ച് പണ്ട് വായിക്കുമായിരുന്നു, ചെറുപ്പത്തിലെ വായിക്കുമായിരുന്നു, നല്ല പ്രായത്തില്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഉം. 40-ലാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതാണ് നല്ല ബാക്കിയുള്ള പ്രായം. ടെക്സ്റ്റ് വായിക്കും. അതെ. ഇപ്പൊ പകുതി നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രായം, ടെൻഷൻ നല്ല ഉണ്ട്. നല്ല പ്രായം നല്ല ആക്ച്വലി. ഈ പറഞ്ഞ പോലെ ആ 40കളിൽ ഭയങ്കര അയ്യോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ചുമ്മാ വെറുതെ പറയുന്നതാ. ഒരു സുഖമില്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സെഷനിൽ ഇരിക്കാൻ പറ്റിയത്. അത് വായിച്ച ഉടനെ കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അടിപൊളി, താങ്ക് യു. നല്ല സെഷനായിരുന്നു. ഇനി താങ്ക് ഇതുപോലെ യു. തുറന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ അത്രയും കറേജ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മൂടി മൂടി വെക്കുന്നേ ഉള്ളൂ. ഒരുപാട് സിമിലർ ആണ്, ഒരുപാട്. ഒരു പറയാൻ അറിയില്ല, അത്രയ്ക്ക് തന്നെ സിമിലർ ആണ്. പക്ഷെ നമ്മളത് അത്ര കറേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാതിരിക്കണേ. അല്ല, അത് നമ്മള് ആൾക്കാരോട് പറയുക എന്നുള്ളതിന്റെ അപ്പുറം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അതിൽ തന്നെ വർക്ക് ചെയ്യും, അല്ലാതെ ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത്രയും നാൾ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഇന്നത്തെ പല കാര്യങ്ങളും. അപ്പൊ ഇതിപ്പോ അങ്ങനെ ഒരു നിങ്ങൾ മാത്രം ആയത് മേ ബി ചോദിച്ചിട്ട് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ആ പക്ഷെ നമ്മളതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, അതിനാണ് പ്രസക്തി. അപ്പൊ അത് വർക്ക് ചെയ്യാം നന്നായിട്ട്. ബാക്കിയുള്ളതൊക്കെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ? കാരണം സമയം കുറെ ആയിട്ടുണ്ടാവും, അപ്പൊ എല്ലാവർക്കും ഉറങ്ങാനുള്ളതാണ്. ഇതാണ് സത്യം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ പറയാം. അപ്പം നമുക്ക് മാമിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഉം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എന്തായാലും പറയണേ. മാമിനും ഭയങ്കര സന്തോഷമായിരിക്കും അത് വായിക്കുമ്പോഴും. കാരണം ഇത്രയും അതെ. സമയം സ്പെൻഡ് ചെയ്തതാണ്. സോ അതിന് തന്നെ ഭയങ്കര ഒരു താങ്ക് യു സോ മച്ച്. അനു എന്തോ പറയുന്നു? മാം ഓക്കെ.
ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് ഒരു ക്രൈം ത്രില്ലർ സംഭവം റീഡ് ചെയ്യുന്ന മാമിന്റെ മറ്റേ ലില്ലി ബെർണാഡ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ രണ്ടാമത് ഞാനാണെങ്കിൽ പോയട്രി കില്ലർ വായിച്ചു. അത് കഴിഞ്ഞിട്ട് വയലറ്റ് പൂക്കളുടെ മരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ്റ്റിക് മൗണ്ടൻ. അപ്പം ആ 3 സംഭവം വായിച്ച് ഒക്കെയാണ് ഭയങ്കര ക്രൈം ഇഷ്ടം ഉണ്ടായോണ്ട്. അപ്പൊ അത് തോന്നിയൊരു ഇഷ്ടം കൊണ്ടാണ് മിസ്റ്റിക് മൗണ്ടൻ വായിച്ചത്. അപ്പൊ അത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ബുക്കാണ്. പക്ഷേ ആ മിസ്റ്റിക് മൗണ്ടൻ എനിക്ക് ഒരു 2 പേജസ് 3 പേജസ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ആ 3 പേജ് തീരത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു ട്രോമ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലെ ഫീലിംഗ് ആയിരുന്നു. ഞാൻ ശരിക്കും അത് എനിക്ക് സത്യം പറഞ്ഞാൽ സെഷൻ കിട്ടുമ്പോൾ എനിക്കത് പറയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ അത് പറയുന്നത്. കാരണം അത് എന്താ അങ്ങനെ ഫീൽ ചെയ്തതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ ചർച്ചും കാര്യങ്ങളൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് പറയുമ്പോ അത് കുറെ എന്റെ ഇത്രയും ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിൽ മിസ്റ്റിക് മൗണ്ടൻ ഇപ്പോഴും സ്റ്റിൽ എനിക്കൊരു മിസ്റ്ററി മാതിരിയാ. കാരണം എന്ന് വെച്ചാൽ അത് വായിച്ച ഡേയ്സ് ഞാൻ മറക്കത്തില്ല. കാരണം അത് ഞാൻ അത്രയും ടൈം എടുത്ത് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അത്രയും ടൈം എടുത്ത് ഞാൻ വായിച്ചൊരു ബുക്കാണ് മിസ്റ്റിക് മൗണ്ടൻ. അബൌട്ട് 150 പേജസ് എന്തോ ഉള്ളൂ അത്. ബട്ട് അതെനിക്ക് 1 ഡേ ഉള്ളു വായിക്കാൻ. ബട്ട് സ്റ്റിൽ ഞാൻ അത് ഒരുപാട് ദിവസം എടുത്ത് വായിച്ചൊരു ബുക്കാണ്. എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞ അടിപൊളിയാണ് എല്ലാ ബുക്കും. സോ താങ്ക്സ് ഫോർ ദ സെഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്തു. ഓക്കെ ശരി, താങ്ക്സ്. കാരണം അത് നമ്മുടെ എവിടെയോ കിടക്കുന്ന ഒരു ട്രിഗർ ആയിരിക്കും നമ്മുടെ ഉള്ളില്. കാരണം എന്ത് സാധനം വായിച്ചപ്പോഴാണ് ഈ സാധനം ഒരു ട്രിഗർ ഫീൽ ചെയ്തതെന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. മീൻസ് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, എന്താണ്, എവിടെയാണ് അത് കിടക്കുന്നത്. മേ ബി അതായിരിക്കാം നമ്മുടെ ഒരു പരിഹരിക്കപ്പെടേണ്ടുന്ന നമ്മുടെ ഒരു ഭാഗം അതായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്കത് ഹോണ്ട് ചെയ്യും. ചില കഥകൾ നമ്മൾ ഹോണ്ട് ചെയ്യും, പക്ഷെ ഒരു ട്രൊമാറ്റൈസ്ഡ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ അതൊക്കെ ശരി. ചെയ്യാനുണ്ട്. അടിപൊളി. 5 ബുക്സ് വായിച്ചിട്ടുണ്ട്. താങ്ക് യു. പുസ്തകങ്ങൾ എല്ലാവരും വായിക്കുക. മെയിനായിട്ടും ബേസിക്കലി ഞാൻ ഒരു ഓതർ തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് ആയത്. ആക്ച്വലി ഞാൻ ഓതർ ആയത് പോലും എൻ്റെ ഒരു ട്രോമയുടെ ഭാഗമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം വേണ്ടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പറഞ്ഞ വാലിഡേഷൻ, എനിക്ക് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ വേണ്ടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ എഴുത്തുകാരി ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മളെ എന്താ പറയാ, സ്നേഹിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറെ കാലം മുമ്പ് വരെ എന്തിനാണ് ഞാൻ എഴുത്തുകാരി ആവുന്നതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അഫ്കോഴ്സ് എനിക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുവായിരുന്നു. ബിക്കോസ് അതെന്റെ ഒരു ട്രോമയായിരുന്നു. ഞാൻ എഴുത്തുകാരി ആയത് അങ്ങനെ ഒരു ട്രോമാറ്റിക് എന്താ പറയാ ഒരു ഔട്ട്കം ആണ്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഞാൻ എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എഴുതാൻ പറ്റുന്നത്, ഇപ്പം എനിക്ക് എഴുതുന്നത് എന്റെ തന്നെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനത്തിന്റെ പുറത്താണ്. ഇപ്പൊ എനിക്കത് കിട്ടുന്നുണ്ട്. ഇതുവരെ ഉള്ളൊരു എഴുത്ത് പോലെയല്ല, പിന്നെ അങ്ങോട്ട് അതിനുശേഷം എനിക്കുണ്ടായ ഒരു എഴുത്ത് അതുപോലെയല്ല. മീൻ ഒരു മാധവിക്ക് മുമ്പ് വരെയുള്ള എന്റെ എഴുത്തും അല്ല, എന്റെ ഒരു ലക്ഷ്യവും അത് കഴിഞ്ഞിട്ടുള്ള എന്റെ എഴുത്തിന്റെ ലക്ഷ്യവും രണ്ടും രണ്ടാം. ആഫ്റ്റർ മാധവി ബിഫോർ മാധവി എന്ന് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും പേര് ഇത്രയും സമയം ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. എന്നാലും വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകളെയൊക്കെ തൊട്ട് പറഞ്ഞപ്പോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തൊക്കെ എവിടേക്കോ പോയി, അങ്ങനെയൊക്കെ അങ്ങ് പോയി. ജോണർ ഷിഫ്റ്റ് ആക്ച്വലി പ്രേമാശ്രമം തന്നെ ഒരു ജോണർ ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം പോയട്രി കില്ലറിന്റെ ഡെറിക് ജോണിന്റെ 3ാമതൊരു അന്വേഷണമാണ്. മീൻസ് പോയട്രി കില്ലർ ലില്ലി ബെർണാഡ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു അന്വേഷണമാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആസ് യൂഷ്വൽ അങ്ങനത്തെ ഒരു പുസ്തകമാണ്. പക്ഷെ എഴുത്ത് രീതികൾ പാടേ മാറിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകത്തിന്റെ എഴുത്ത് രീതിയല്ല
എല്ലാം പറഞ്ഞിട്ട് ഇപ്പം ക്രിയേറ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്കും അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൂടെ ചെയ്യുന്നതായതുകൊണ്ട് എന്നെയും കൂടെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എല്ലാ രീതികളിലും. അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാവരോടും സംസാരിക്കാനും ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ പറ്റിയതിൽ സഖിയം ടീമിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം, കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതിലും എല്ലാവരും സമയം തന്നതിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു ഫോർ ദി അടിപൊളി മെസ്സേജ്. എല്ലാവരും ഗ്രൂപ്പിൽ ഒന്നുകൂടി മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നമ്മൾ മാമിന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. താങ്ക് യു.